അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാത്തു വസ്സലാമു അലാ റസൂലിൽ അമീൻ വഅലാ ആലിഹി വസ്ഹബി അജ്മഈൻ. അമ്മാ ബഅദ്. ഈ വേദിയിലിരിക്കുന്ന വിശിഷ്ട വ്യക്തിത്വം ഷിഹാബ് പൂക്കോട്ടൂർ സാഹിബ്, സെക്രട്ടറി ജമാഅത്തെ ഇസ്ലാമി കേരള. അദ്ദേഹം നമുക്ക് മുന്നിൽ പറഞ്ഞു വെക്കുന്നത് അള്ളാഹുവിൻ്റെ ഖലീഫമാരാവുക, അതായത് അള്ളാഹു ഈ ലോകത്ത് നമ്മളെ പഠിച്ചിരിക്കുന്നത് അവൻ്റെ ഖലീഫമാരായിക്കൊണ്ടാണ്. നമുക്കേവർക്കും ഓരോ ദൗത്യം ഈ ലോകത്ത് ചെയ്തു തീർക്കുവാനുണ്ട്. അപ്പോൾ നമ്മളെല്ലാവരും പഠിക്കുന്നതും വ്യത്യസ്ത കലാലയങ്ങളിലും അതുപോലെ തന്നെ പല സ്വഭാവങ്ങളിലുള്ള ആളുകളെ ബന്ധപ്പെട്ട് സംസാരങ്ങളും ഇടപെടലുകളും നടത്തിക്കൊണ്ടിരിക്കുന്നവരാണ്. അപ്പോൾ അള്ളാഹുവിൻ്റെ ഖലീഫമാരാവാൻ നമ്മളെങ്ങനെ അള്ളാഹുവിൻ്റെ ഖലീഫമാരായി പ്രതിനിധാനം ചെയ്യണം എന്നുള്ള ഒരു കാര്യങ്ങളെ വളരെ വ്യക്തതയോടെയും കൃത്യതയോടെയും പറഞ്ഞു തരാൻ വേണ്ടി ജമാഅത്തെ ഇസ്ലാമി സെക്രട്ടറി ഷിഹാബ് പൂക്കോട്ടൂർ സാഹിബിനെ സ്നേഹാദരോടുകൂടി സ്വാഗതം ചെയ്യുന്നു. അതുപോലെ തന്നെ തുടർന്ന് അദ്ദേഹത്തിൻ്റെ സംസാരത്തിന് ശേഷം എന്തെങ്കിലും രീതിയിലുള്ള ഡൗട്ടുകളോ സംശയങ്ങളോ ഉണ്ടെങ്കിൽ ചോദിക്കാവുന്നതാണ്. ഇൻഷാ അല്ലാഹ് സംസാരത്തിനായി അദ്ദേഹത്തെ സ്വാഗതം ചെയ്യുന്നു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. നഹ്മദുഹു വനസ്തഈനുഹു വനുഅ്മിനു ബിഹി വനതവക്കലു അലൈഹി വനതൂബു ഇലൈഹി. സ്വലാത്തു വസ്സലാമു അലാ മൻ ലാ നബിയ്യ ബഅദഹു വസയ്യിദിൽ അവ്വലീന വൽ ആഖിരീൻ വഖാതമൽ അംബിയാഇ വൽ മുർസലീൻ വഅലാ ആലിഹി വഅസ്ഹാബിഹി ത്വാഹിരീൻ വഉമ്മഹാത്തിൽ മുഅ്മിനീൻ റളിയല്ലാഹു അൻഹും അജ്മഈൻ. ആദരണീയ അധ്യക്ഷ, സഹോദരിമാരെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. മനുഷ്യ വംശത്തെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഭൂമിയിലേക്ക് സൃഷ്ടിക്കുന്നതിന് മുമ്പ് മലക്കുകളോട് ഈ വിവരം ധരിപ്പിക്കുന്നുണ്ട്. ഇന്നി ജാഇലുൻ ഫിൽ അർളി ഖലീഫ, നാം ഭൂമിയിൽ പ്രതിനിധിയെ ഖലീഫയെ സൃഷ്ടിക്കാൻ ഉദ്ദേശിക്കുന്നുവെന്നാണ് അതിൻ്റെ അർത്ഥം. ഇപ്പം മനുഷ്യ വംശത്തിൻ്റെ ആരംഭം മുതൽ ദൈവിക വെളിപാടുകളുടെ പ്രയാണമുണ്ടായിട്ടുണ്ട്. അത് കൈകാര്യം ചെയ്തവർ പ്രവാചകന്മാരാണ്. ആ ദൈവിക വെളിപാടിനനുസരിച്ച്, വഹീനനുസരിച്ച് സമൂഹത്തെ സന്മാർഗത്തിലേക്ക് ക്ഷണിക്കുകയും സമൂഹത്തെ അതനുസരിച്ച് കെട്ടിപ്പടുക്കുകയും ചെയ്യുന്നതിൽ പങ്കുവഹിച്ചവരാണ് പ്രവാചകന്മാർ. അല്ല, പ്രവാചകന്മാരുടെ ദൗത്യം തന്നെ അതാണ്. അതുകൊണ്ട് 1,00,000-ൽ പരം പ്രവാചകന്മാരെ ഭൂമിയിലേക്ക് അള്ളാഹു നിയോഗിച്ചിട്ടുണ്ട്. ഈ ചരിത്രമൊക്കെ നമുക്കറിയാവുന്ന കാര്യമാണ്. പ്രവാചകന്മാരിൽ അവസാനത്തെ കണ്ണിയാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. പ്രവാചക തിരുമേനി ദൈവിക വെളിപാടിൻ്റെ അടിസ്ഥാനത്തിൽ മക്കയിലും മദീനയിലും രൂപീകരിച്ച ഇസ്ലാമിക സമൂഹമാണ് ലോകത്തെല്ലാ മുസ്ലിങ്ങൾക്കും മാതൃകയായ ഇസ്ലാമിക സമൂഹം എന്ന് പറയുന്നത്. അതിനുശേഷം ആ സമൂഹത്തിൻ്റെ കെട്ടുറപ്പിനെ നിലനിർത്തിയവരാണ് ഖിലാഫത്തുർ റാഷിദ. പല സന്ദർഭങ്ങളിൽ അത് ആടിയും ഉലഞ്ഞും പോയപ്പോൾ അതിനെ നേരായി നിലനിർത്താൻ ജീവത്യാഗം ചെയ്ത മഹാന്മാരായ പണ്ഡിതരും അതുപോലെ നവോത്ഥാന നായകരും ചരിത്രത്തിൽ നമുക്ക് കാണാൻ കഴിയും. അപ്പോൾ പ്രവാചകന്മാർ ഏതൊരു സമൂഹത്തെയാണോ നിർമ്മിച്ചെടുത്തത്, പ്രവാചകന്മാർ ഏത് സമൂഹത്തെയാണോ രൂപീകരിക്കാൻ ശ്രമിച്ചത്, ആ സമൂഹം ആണ് യഥാർത്ഥത്തിൽ ലോകത്ത് എല്ലാവർക്കും മാതൃകയായ സമൂഹം എന്ന് പറയുന്നത്. പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമ തൻ്റെ 23 വർഷത്തെ കാലയളവിനുള്ളിൽ മക്കയിൽ ആരംഭിച്ച് മദീനയിൽ സമാപ്തി കുറിച്ച പ്രബോധന പ്രവർത്തനങ്ങളുടെ ഒടുവിൽ നിലവിൽ വന്ന രാഷ്ട്രവ്യവസ്ഥയും സാമൂഹ്യ നാഗരിക വ്യവസ്ഥയുമാണ് ഇസ്ലാമിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട മാതൃക എന്ന് പറയുന്നത്. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അല്ലാഹു സുബ്ഹാനഹു വ തആല ചില കാര്യങ്ങൾ ചെയ്യാൻ കൽപ്പിച്ചിട്ടുണ്ട്, നിർദ്ദേശിച്ചിട്ടുണ്ട്. അതിലൊന്നാമത്തെ കാര്യം തബ്ലീഗാണ്. ബല്ലിഗ് ബിമാ ഉൻസില ഇലൈക, നിനക്കെത്തിച്ചു തന്ന കാര്യം നീ ജനങ്ങളിലേക്ക് എത്തിച്ചു കൊടുക്കുക. നമ്മൾ തബ്ലീഗ് എന്നതിന് പറയും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വിടവാങ്ങൽ പ്രഭാഷണത്തിൽ
നബി തിരുമേനി സമൂഹത്തിന് വസിയത്തായി നൽകുന്നതും ഇതാണ്. ഫല്യുബല്ലിഗു ഷാഹിദുൽ ഗൈബ. ഇവിടെ ഹാജറുള്ളവൻ ഹാജറില്ലാത്തവർക്ക് എത്തിച്ചു കൊടുക്കുക. അങ്ങനെ ലക്ഷക്കണക്കിന് സഹാബികൾ ഈ വസിയത്ത് നെഞ്ചേറ്റിക്കൊണ്ട് ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലേക്ക് പോയ ചരിത്രം നമുക്കറിയാവുന്നതാണ്. അതിൽ പേര് പറയേണ്ട പ്രഗത്ഭനായ സഹാബിയാണ് അബു അയ്യൂബുൽ അൻസാരി. മദീന പള്ളിയുടെ ഏറ്റവും ചാരത്ത് വീട് വെച്ച് താമസിച്ചിരുന്ന അബു അയ്യൂബുൽ അൻസാരിയുടെ ഖബർ തുർക്കിയിലെ ഇസ്താംബൂളിലാണ്. എങ്ങനെയാണ് അദ്ദേഹം തുർക്കിയിലെത്തിയെന്ന് ചോദിച്ചാൽ ഫല്യുബല്ലിഗു ഷാഹിദുൽ ഗൈബ. ഇവിടെ ഹാജറുള്ളവൻ ഹാജറില്ലാത്തവർക്ക് എത്തിച്ചു കൊടുക്കുക എന്ന പ്രവാചകന്റെ വസിയത്ത് നിർവഹിക്കാൻ പ്രയാണം ആരംഭിച്ച സഹാബികളുടെ കൂട്ടത്തിൽ പ്രഗത്ഭനാണ് അബു അയ്യൂബുൽ അൻസാരി. അപ്പം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അല്ലാഹ് കൽപ്പിച്ചതും നബി ഈ സമൂഹത്തിന് വസിയത്തായി നൽകിയതും തബ്ലീഗി പ്രവർത്തനമാണ്. ആളുകൾക്ക് സത്യസന്ദേശം എത്തിച്ചു കൊടുക്കുക എന്നതാണ്. രണ്ടാമത്തെ പ്രവർത്തനം എന്ന് പറയുന്നത് ദഅവയാണ്. ദഉ ഇലാ സബീലി റബ്ബിക ബിൽ ഹിക്മതി വൽ മൗഇദത്തിൽ ഹസന വജാദിൽഹും ബില്ലതി ഹി അഹ്സൻ. ആളുകളെ സതുപദേശത്തോടുകൂടി അതുപോലെ തന്നെ ഹിക്മത്തോടുകൂടി ആളുകളെ നിന്റെ രക്ഷിതാവിൻ്റെ മാർഗത്തിലേക്ക് ക്ഷണിക്കുക എന്നതാണ്. അപ്പോൾ ദഅവത്ത് എന്ന് പറയുന്നത് ആളുകളെ ഇസ്ലാമിലേക്ക് ക്ഷണിക്കലാണ്. പ്രവാചക തിരുമേനിയുടെ ദൗത്യത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഭാഗം അതാണ്. തുടർന്ന് സഹാബികളും ലോകത്തെ മുസ്ലിം ഉമ്മത്തും ഇടമുറിയാതെ നിർവഹിച്ച പ്രധാനപ്പെട്ട ദൗത്യമാണ് ദഅവത്ത് എന്ന് പറയുന്നത്. അതിൻ്റെ വിശദാംശങ്ങളിലേക്ക് ഞാൻ പോകുന്നില്ല. മൂന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് ഇസ്ലാഹി പ്രവർത്തനമാണ്. ഇൻ ഉരീദു ഇല്ലൽ ഇസ്ലാഹ മസ്തതഅതു വമാ തൗഫീഖി ഇല്ലാ ബില്ലാഹി അലൈഹി തവക്കൽതു വഇലൈഹി ഉനീബ്. ആളുകളെ ഇസ്ലാഹ് ചെയ്യുക, കേടുവരുത്തിയത് എന്തൊക്കെയുണ്ടോ അത് നന്നാക്കുന്നതിനാണ് ഇസ്ലാഹ് എന്ന് പറയുക. ഇത് പ്രവാചകന്മാരോട് പറഞ്ഞ പണിയാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ നിർവഹിച്ചിട്ടുണ്ട്. നമ്മൾ സാധാരണ ഇസ്ലാഹി പ്രവർത്തനം എന്ന് പറയുന്നത് ആളുകളുടെ അന്ധവിശ്വാസങ്ങളെ ശുദ്ധീകരിക്കുന്ന പ്രവൃത്തിയെ മാത്രമാണ്. അതുമാത്രമല്ല, മനുഷ്യന്റെ രാഷ്ട്രീയവും സാമൂഹികവും നാഗരികവുമായ ക്രമങ്ങളിൽ എവിടൊക്കെ തകരാറുകളുണ്ടോ ആ തകരാറുകളെ പരിഹരിക്കുന്നതിനാണ് ഇസ്ലാഹ് എന്ന് പറയുക. യുസ്ലിഹൂന മാ അഫ്സദ അന്നാസ്. ജനങ്ങൾ കേടുവരുത്തിയത് നന്നാക്കുക എന്നതാണ്. അപ്പൊ ജനങ്ങൾ കേടുവരുത്തിയത് നന്നാക്കുക എന്നുള്ള പ്രവാചകന്മാരുടെ പണിയാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പിന്നെ നിർവഹിക്കാൻ പറഞ്ഞ പണി വയുസക്കീഹിം വയുഅല്ലിമുഹുൽ കിതാബ്. നാലാമത്തെ പണി അതാണ്, തസ്കിയത്ത് ചെയ്യുക എന്നതാണ്. പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമ തൻ്റെ കൂടെ അണിചേർന്ന ആളുകൾക്ക് മാനസികമായ സംസ്കരണം നടത്തുക. തസ്കിയത്തുൻ നഫ്സ് വളരെ പ്രധാനപ്പെട്ട ഘടകമാണ്. ഇസ്ലാഹും ദഅവത്തും തബ്ലീഗും ചെയ്യാൻ ഒരാൾ പര്യാപ്തമാകുന്നത് അയാൾ തസ്കിയത്ത് സിദ്ധിക്കുമ്പോഴാണ്, അയാളുടെ മനസ്സ് ശുദ്ധീകരിക്കുമ്പോഴാണ്. സ്വഭാവ നിലപാടുകൾ അതുപോലെ പെരുമാറ്റങ്ങളെല്ലാം അതിനനുസരിച്ച് മാറുമ്പോഴാണ്. അതുപോലെ അഞ്ചാമതായി നബി തിരുമേനിയോട് അല്ലാഹ് കൽപ്പിക്കുന്നത് ഫദക്കിർ ഇന്നമാ അൻത മുദക്കിർ. തദ്കിറത്താണ്, ഉത്ബോധനങ്ങൾ നടത്തുക. ആളുകളുടെ മനസ്സിലേക്ക് അവർ മറന്നുപോയ, അവർ വിസ്മരിച്ചു പോയ കാര്യങ്ങളെ വീണ്ടും വീണ്ടും ആവർത്തിച്ചുണർത്തുക. അതാണ് തദ്കിറത്ത് എന്ന് പറയുന്നത്, ഉത്ബോധനങ്ങൾ എന്ന് പറയുന്നത്. ഒരുപക്ഷെ അത് മറന്ന കാര്യങ്ങളായിരിക്കും, പറഞ്ഞ കാര്യങ്ങളായിരിക്കും, വീണ്ടും വീണ്ടും അത് ആവർത്തിച്ചു പറയുക. അങ്ങനെ ഉത്ബോധനങ്ങൾ നിർവഹിക്കുക, സമൂഹത്തെ ഉണർത്തിക്കൊണ്ടേയിരിക്കുക എന്നതാണ്. പിന്നീട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറയുന്ന പണി ഷാഹിദൻ, നീ സത്യസാക്ഷിയാവുക, രക്തസാക്ഷിയുമാകാം എന്നതാണ്. ഷഹാദത്തിന് രണ്ടു വശങ്ങളുണ്ട്. താൻ താൻ വിശ്വസിക്കുന്ന, താൻ പ്രബോധനം ചെയ്യുന്ന, താൻ ആളുകളെ ക്ഷണിക്കുന്ന ആദർശത്തിന് ഞാൻ ശരിയായ പ്രതിനിധിയാവുക, പ്രതിനിധീകരണം നിർവഹിക്കുക എന്നതാണ്. എൻ്റെ ജീവിതം അതനുസരിച്ച് ക്രമപ്പെടുത്തുക എന്നാണ്. എൻ്റെ വാക്ക്, എൻ്റെ കർമ്മം, അതുപോലെ എൻ്റെ വിശ്വാസം അതിന് സാക്ഷിയാവുക. അതിനാണ് ഷഹാദത്തെ ഹക്ക്, സത്യസാക്ഷ്യം എന്ന് പറയുന്നത്. ഈ സത്യസാക്ഷ്യത്തിൻ്റെ കൂടെ മനുഷ്യൻ അതിനാവശ്യം വന്നാൽ ഈ ആദർശത്തിന് ജീവൻ ത്യജിക്കേണ്ട പ്രോസസ്സിനാണ് ഷഹാദത്ത് എന്ന് പറയാം. നമ്മുടെ ജീവൻ തന്നെ അതിന് ബലിയർപ്പിക്കാൻ, രണ്ടും കൂടിയതാണ് ഷഹാദത്ത് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഏഴാമത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറയുന്നത് നീ നിർവഹിക്കേണ്ട പണിയായിട്ട് തബ്ശീർ എന്നാണ്. തബ്ശീർ എന്ന് പറയുന്നത് നമുക്കറിയാം, ആളുകൾക്ക് ഈ ആദർശവും ഈ ആശയവും സ്വീകരിച്ചാൽ ഭൂമിയിലും പരലോകത്തും ലഭിക്കുന്ന, ഈ ലോകത്തും പരലോകത്തും ലഭിക്കുന്ന നന്മകളെക്കുറിച്ച്, നേട്ടങ്ങളെക്കുറിച്ച് അവരോട് പറയുക എന്നുള്ളതാണ്. ഇസ്ലാം യഥാർത്ഥത്തിൽ ഈ ലോകത്തും നന്മകൾ വിഭാവന ചെയ്യുന്നുണ്ട്. ഇസ്ലാമിൻ്റെ ഒരു ഫ്രെയിം വർക്ക് എന്ന് പറയുന്നത് നമുക്കറിയാം. ആധുനിക ലോകത്തും മനുഷ്യൻ ആത്മാഭിമാന ബോധം നൽകുന്ന ഏക ആദർശം ഇസ്ലാമാണ്. നിങ്ങൾക്ക് സമ്പത്ത് നൽകാം, നിങ്ങൾക്ക് അതുപോലെ പദവി നൽകാം എന്നല്ല ഇസ്ലാം പറയുന്നത്, നിങ്ങൾക്ക് ഇസ്സത്ത് നൽകാമെന്നതാണ്.
ഈ മുദ്രാവാക്യത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മുദ്രാവാക്യമാണ് ഇസ്സ എന്ന് പറയുന്നത്. ഇസ്ലാം ലോകത്ത് മനുഷ്യന് സംഭാവന ചെയ്യുന്ന ഏറ്റവും പ്രധാനപ്പെട്ട നേട്ടങ്ങളാണ് ആത്മാഭിമാന ബോധം എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് മഹാനായ ഉമർ റളിയല്ലാഹു അൻഹു അബൂ ഉബൈദ റളിയല്ലാഹു അൻഹുവിനോട് പറയുന്നുണ്ട്, ഖുദ്സ് കീഴടക്കി ഇസ്ലാമിലേക്ക് ഖുദ്സിനെ ചേർത്ത് വെച്ച സഹാബിയാണ് അബൂ ഉബൈദത്തുൽ ജറാഹ്. അദ്ദേഹം ഖലീഫയെ ക്ഷണിച്ചുകൊണ്ടുവരികയാണ് അവിടുത്തെ ക്രിസ്തീയ സഹോദരന്മാരുടെ ആവശ്യപ്രകാരം. അങ്ങനെ അദ്ദേഹം ഗസ വഴി, ഇന്നത്തെ ഗസ വഴി ഫലസ്തീനിലേക്ക് വന്നുകൊണ്ടിരിക്കുമ്പോൾ അദ്ദേഹത്തിന് ഒരു നല്ല വില പിടിച്ച വസ്ത്രവും നല്ല ഒരു കുതിരയും അബൂ ഉബൈദ തയ്യാറാക്കി നിർത്തുകയാണ്. കാരണം ഞങ്ങളുടെ രാജാവാണ്, നേതാവാണ്, അദ്ദേഹത്തെ ആയിരക്കണക്കിന് ആളുകൾ കാത്തിരിക്കുകയാണ്. അദ്ദേഹം അവരുടെ അടുത്തേക്ക് പോകുമ്പോൾ നല്ല വില കൂടിയ വസ്ത്രവും വില കൂടിയ വാഹനവും ഉപയോഗിക്കണം എന്ന് കരുതി സേനാനായകൻ ജനറൽ കമാൻഡർ അബൂ ഉബൈദ ഉമർ റളിയല്ലാഹു അൻഹുവിന് വേണ്ടി ഈ സജ്ജീകരണങ്ങൾ ചെയ്യുകയാണ്. ആ സജ്ജീകരണങ്ങൾ ചെയ്ത് ഉമർ റളിയല്ലാഹു അൻഹു യാത്ര കഴിഞ്ഞ് കുളിച്ച് പഴയ വസ്ത്രം തന്നെയാണ് ധരിക്കുന്നത്, പഴയ ഒട്ടകം തന്നെയാണ് ഉപയോഗിക്കുന്നത്. എന്നിട്ട് അബൂ ഉബൈദ വിളിച്ചിട്ട് പറയാൻ, അബൂ ഉബൈദ, വില കൂടിയ വസ്ത്രം ധരിച്ച് എന്നെ ആളുകൾ കാത്തിരിക്കുന്ന ഒരു കാലമുണ്ടായിരുന്നെങ്കിൽ ഇതിനു മുമ്പ് നീ കൈപിടിച്ച ഈ വസ്ത്രത്തെക്കാൾ വില കൂടിയ വസ്ത്രം ധരിച്ച ഒരു കാലം ഉമറിനുണ്ടായിരുന്നു. നീ കൊണ്ടുവന്ന കുതിരയേക്കാൾ വേഗതയുള്ള കുതിര ഉപയോഗിച്ച കാലം ഖത്താബിന്റെ മകനുണ്ടായിരുന്നു. പക്ഷെ എന്നാരും കാത്തിരുന്നിട്ടോ എന്നാരും റെസ്പെക്ട് ചെയ്തിട്ടോ അതിന്റെ പേരിൽ എന്നെ ബഹുമാനിച്ചിട്ടോ ഇല്ല. നീ ഒരു കാര്യം മനസ്സിലാക്കണം, ഈ ആളുകളെല്ലാം എന്നെയും നിന്നെയും കാത്തിരിക്കുന്നത് അഅ്സനല്ലാഹു ബിൽ ഇസ്ലാം, ഇസ്ലാം എന്ന് പറയുന്ന ആ പ്രതാപത്തിന്റെ ആദർശം എന്റെയും നിന്റെയും ഉള്ളിലും ജീവിതക്രമങ്ങളിലും ഉണ്ടായതുകൊണ്ടാണ്. അപ്പൊ ഇസ്ലാമാണ് ഇസ്സത്തിന്റെ ഏറ്റവും അടിസ്ഥാനം എന്ന് ഉമർ റളിയല്ലാഹു അൻഹു അബൂ ഉബൈദ റളിയല്ലാഹു അൻഹുവിനെ ബോധിപ്പിക്കുകയാണ്. അപ്പൊ ഇത് വളരെ പ്രധാനപ്പെട്ടതാണ്. മുസ്ലിം ആവുക എന്ന് പറയുന്നത് ഈ ലോകത്തും നിങ്ങൾക്ക് ആത്മാഭിമാനം നൽകുന്ന ഒരു പ്രവൃത്തിയാണ്. ഇത് ആളുകളെ ബോധിപ്പിക്കണം. പരലോകത്ത് നിങ്ങൾക്ക് നേട്ടമുണ്ടാക്കുന്ന ഒരു കാര്യമല്ല, അത് ഈ ലോകത്തും നേട്ടമുണ്ടാക്കുന്ന കാര്യമാണ്. പരലോകത്തിന്റെ കാര്യം നമുക്ക് പറയാനില്ല. അതുപോലെ തന്നെ നമുക്കറിയാം, അതുപോലെ എട്ടാമതായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അല്ലാഹു സുബ്ഹാനഹു വ തആല നിർവഹിക്കാൻ പറഞ്ഞ പ്രവൃത്തി ഇൻദാറാണ്, മുന്നറിയിപ്പ് കൊടുക്കുക, താക്കീത് കൊടുക്കുക. ഈ ആദർശം കൈയൊഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ഭൂമിയിൽ ഉണ്ടാവുന്ന ദുരന്തങ്ങൾ എന്തൊക്കെയാണ്, പരലോകത്ത് നിങ്ങളെ കാത്തിരിക്കുന്ന ശിക്ഷകൾ എന്തൊക്കെയാണ് എന്ന് ഈ ജനതയെ ഉത്ബോധിപ്പിച്ചു കൊണ്ടിരിക്കുക. നദീർ, വാണിംഗ് ചെയ്യുക എന്നതാണ്, ഇൻദാർ ചെയ്യുക എന്നതാണ്. നമുക്കറിയാം, മഹാനായ റബീഅ ബിൻ ആമിർ റളിയല്ലാഹു അൻഹു പേർഷ്യ ചക്രവർത്തിയുടെ കൊട്ടാരത്തിൽ കയറി ചെല്ലുന്നുണ്ട്. എന്നിട്ട് അദ്ദേഹം പറയുന്ന വാചകങ്ങളിൽ ഒരു വാചകം ഇതാണ്, മിൻ ളിഖി ദുനിയ ഇലാ സഅതി ദുനിയ വൽ ആഖിറ. ദുനിയാവിന്റെ വിശാലത, കുടുസിൽ നിന്ന്, ഞെരുക്കത്തിൽ നിന്ന് ഈ ലോകത്തിന്റെയും പരലോകത്തിന്റെയും വിശാലതയിലേക്ക് നിങ്ങളെ കൊണ്ടുപോകാനാണ് ഞങ്ങൾ വന്നത്. അത് വളരെ പ്രധാനപ്പെട്ടതാണ്. ഈ ലോകത്തിൽ നിങ്ങൾ ഞെരുക്കം അനുഭവിക്കുന്നുണ്ട്, പരലോകത്തിന്റെ വിശാലതയിലേക്ക് കൊണ്ടുപോകാൻ എന്നല്ല റബീഅ ബിൻ ആമിർ റളിയല്ലാഹു അൻഹു പറയുന്നത്. പരലോകത്തിന്റെയും ഭൂമിയുടെയും ഈ ഭൗതിക ലോകത്തിന്റെയും വിശാലതയിലേക്ക് കൊണ്ടുപോകാൻ എന്നാണ്. അപ്പൊ ഇരു ലോകത്തെയും സാൽവേഷനും ലിബറേഷനും ഇസ്ലാമിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാഴ്ചപ്പാടാണ്. ഇത് ആളുകൾക്ക് പഠിപ്പിച്ചു കൊടുക്കലാണ് തബ്ശീറും ഇൻദാറിന്റെയും ഭാഗമെന്ന് പറയുന്നത്. ഈ ദൗത്യങ്ങളെല്ലാം നിർവഹിക്കുക എന്നതാണ് മുസ്ലിമിന്റെ പ്രധാനപ്പെട്ട ഉത്തരവാദിത്തം എന്ന് പറയുന്നത്. ചില ആളുകൾ ഇസ്ലാഹി പ്രവർത്തനം മാത്രം നിർവഹിക്കും, അത് 8-1 പണിയാണ്. അതുപോലെ ചില ആളുകൾ തബ്ലീഗി പ്രവർത്തനം മാത്രം നിർവഹിക്കും, അത് 8-1 ഭാഗമാണ്. യഥാർത്ഥത്തിൽ ഇസ്ലാഹും തബ്ലീഗും ദഅവത്തും അതുപോലെ തന്നെ ഇൻദാറും തദ്കിറത്തും തസ്കിയത്തും അടക്കമുള്ള പ്രവർത്തനങ്ങൾ മുഴുവൻ എല്ലാ മുസ്ലിമിന്റെയും ലിംഗഭേദമന്യേ അവന്റെ ഉത്തരവാദിത്തത്തിൽ പ്രധാനപ്പെട്ടതാണ്. ഏതെങ്കിലും ഒന്ന് ഒഴിവാക്കാൻ അവന് സാധ്യമല്ല. അപ്പൊ ഈ ദൗത്യം പ്രവാചകന്മാർ നിർവഹിച്ചതും പ്രവാചകന്മാർക്ക് ശേഷം ഈ ഉമ്മത്ത് നിർവഹിക്കേണ്ടതുമായ ദൗത്യമാണ്. ഈ ദൗത്യമാണ് മുസ്ലിം ഉമ്മത്ത് ഏറ്റെടുക്കേണ്ടത്. മുസ്ലിം ഉമ്മത്ത് ഈ ദൗത്യം അതുപോലെ തന്നെ അത് മുറിച്ചിലില്ലാതെ, അതിന് ഇടവേളകളില്ലാതെ ചരിത്രത്തിൽ നിർവഹിച്ച് നമുക്കറിയാം. അങ്ങനെ ഇസ്ലാമിക ചരിത്രത്തിൽ ഒരു വലിയ രാഷ്ട്രീയ അധികാരക്രമത്തിന്റെ നൂറ്റാണ്ടുകളുടെ ചരിത്രം ഇസ്ലാമിലുണ്ട്. തുർക്കി ഖിലാഫത്ത് വരെ അത് നീണ്ടു നിൽക്കുന്ന ചരിത്രം നമുക്കറിയാം. 924 തുർക്കി ഖിലാഫത്ത് തകരുകയും ഉസ്മാനിയ സാമ്രാജ്യം അസ്തമിക്കുകയും ചെയ്തതോടുകൂടി മുസ്ലിം സമൂഹത്തിന്റെ രാഷ്ട്രീയ നേതൃത്വത്തിൽ ഒരു അനിശ്ചിത അവസ്ഥ ഉണ്ടാവുകയാണ്. അവർക്ക് പ്രതിസന്ധി ഉടലെടുക്കുകയാണ്. കാരണം അതുവരെ മുസ്ലിം ഉമ്മത്തിന്റെ ജീർണതകളെല്ലാം കൈകാര്യം ചെയ്തിരുകയും അതിനെ തിരുത്തുകയും ചെയ്തിരുന്ന പണ്ഡിതന്മാർ നമുക്കറിയാം. നമ്മള് താർത്താരികൾ വന്ന സമയത്ത്, ഖവാരിജുകൾ പൊട്ടിപ്പുറപ്പെട്ട സമയത്ത്, മുസ്ലിം സമൂഹത്തിന്റെ ഇടയിൽ ആഭ്യന്തരമായ സംഘർഷമുണ്ടായ സമയത്ത് താർത്താരികൾ മുസ്ലിം രാജ്യങ്ങളെ അതിക്രമിച്ചു കടക്കുകയും മുസ്ലിം സമൂഹത്തെ വളരെ നിഷ്ഠൂരമായി
കൊല ചെയ്യുകയും ചെയ്ത സമയത്ത് എത്രത്തോളം ചോദിച്ചാൽ നമുക്കറിയാം, ലോകത്തെ ഏറ്റവും സുഭിക്ഷതയുള്ള ഒരു നഗരമായിരുന്നു ബഗ്ദാദ് എന്ന് പറയുന്നത്. ബഗ്ദാദിൽ അടിച്ചുവാരുന്ന പ്രവൃത്തി ജോലി ചെയ്യുന്ന ആൾക്ക് 3000 സ്വർണ്ണ ദീനാർ അന്ന് ശമ്പളം കൊടുത്തിരുന്ന കാലമാണ്. അത്ര സുഭിക്ഷതയുള്ള നഗരം. അക്കാലത്ത് 8 ലക്ഷത്തിലധികം ആളുകൾ താമസിച്ച നഗരം. ആ നഗരത്തെ ബഗ്ദാദിനെ താർത്താരികൾ മുച്ചൂടും നശിപ്പിച്ചു. അവിടുത്തെ പണ്ഡിതന്മാരുടെ അടുത്ത് സാധാരണക്കാർ വന്ന് ചോദിച്ചു, ഞങ്ങളുടെ അടുത്ത് ഭക്ഷണമില്ല, ഭക്ഷണം കഴിച്ചിട്ട് ദിവസങ്ങളായി, ഞങ്ങളടുത്തുള്ള ഞങ്ങളുടെ സഹോദരന്റെ മയ്യിത്താൻ, ഉമ്മയുടെ മയ്യിത്താൻ, ഉപ്പയുടെ മയ്യിത്താൻ, ഇത് വേവിച്ച് കഴിക്കാൻ ഇസ്ലാമിൽ എന്തെങ്കിലും വിളവുണ്ടോ എന്ന് പണ്ഡിതന്മാരുടെ അടുത്ത് ഫത്വ ചോദിച്ച് വരുന്ന അത്രയും ദാരിദ്ര്യം ബഗ്ദാദിനെ പിടികൂടിയ ഒരു സന്ദർഭമുണ്ടായിരുന്നു. ഇത് ഇന്ന് നമുക്കറിയാം. 2010 ഫലസ്തീനിലെ ഗ്രാൻഡ് മോസ്ക്, അതുപോലെ തന്നെ മസ്ജിദുൽ അക്സയിലെ മുഫ്തിയുടെ അടുത്ത് ഈ ചോദ്യം ഫലസ്തീനികൾ ചോദിച്ചിരുന്നുവെന്ന് അദ്ദേഹം പറയുന്നുണ്ട്. ഒരു കാലത്ത് 4 ഭാഗവും ഉപരോധത്തിൽ ഏർപ്പെട്ട് അതുപോലെ തന്നെ ഭക്ഷണമില്ലാതെ വെള്ളമില്ലാതെ നിന്നപ്പോൾ ഞങ്ങളുടെ അടുത്ത് മയ്യത്തുകളുണ്ട്, മയ്യത്ത് കഴിക്കാൻ ഇസ്ലാമിൽ എന്തെങ്കിലും വിളവുണ്ടോ എന്ന് ചോദിച്ചിരുന്നുവെന്നാണ്. അങ്ങനെ ദാരിദ്ര്യത്തിലെത്തിയ ബഗ്ദാദിന്റെ ചരിത്രം തന്നെയാണ് താർത്താരികളുടെ ആധിപത്യത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഉദാഹരണം. അങ്ങനെ അദ്ദേഹം പ്രത്യേകമായൊരു മതമുണ്ടാക്കുകയാണ്. ആ മതത്തിലേക്ക് ആളുകളെ ക്ഷണിച്ചുകൊണ്ടിരിക്കുകയാണ് താർത്താരികൾ. ഈ സമയത്ത് അതിനെ ചെറുത്തു നിന്ന ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ, അദ്ദേഹത്തിന്റെ ശിഷ്യൻ ഇബ്നു കസീർ, ഈ ചരിത്രം നമുക്കറിയാവുന്നതാണ്. ഷെയ്ഖുൽ ഇസ്ലാമാണ് അതിനെ ഏറ്റവും ഫലപ്രദമായി പ്രതിരോധിച്ചു നിർത്തിയത്. പക്ഷെ അദ്ദേഹം ഒരു സംഘടന ഉണ്ടാക്കിയിട്ടില്ല. കാരണം സംഘടനയുടെ ആവശ്യമില്ല. രാഷ്ട്രീയ ക്രമം അന്ന് ലോകത്ത് നിലനിൽക്കുന്ന കാലമാണ്. പക്ഷെ ആ ക്രമവും അസ്തമിച്ച ഒരു കാലം. അതാണ് 1920കളുടെ തുടക്കത്തിൽ ലോകത്ത് സംഭവിച്ചത്. ബ്രിട്ടീഷുകാരടക്കമുള്ള യൂറോപ്യൻ ശക്തികൾ മുസ്ലിം രാജ്യങ്ങളിൽ ആധിപത്യം നേടിയ ചരിത്രം നമുക്കറിയാം. എത്രത്തോളം എന്ന് ചോദിച്ചാൽ, ദമസ്കസിന്റെ സ്ട്രീറ്റിൽ ഒരു കൂട്ടം വിദ്യാർത്ഥികൾ അവർ അള്ളാഹു എന്നെഴുതിയ ശവമഞ്ചം നിർമ്മിക്കുകയാണ്. എന്നിട്ട് വിലാപയാത്ര നടത്തുകയാണ്, മയ്യത്ത് കൊണ്ടുപോവുകയാണ്. ആ മയ്യത്ത് ആരുടെ മയ്യത്താണ്? അള്ളാഹുവിന്റെ മയ്യത്താണ്. അങ്ങനെ ദമസ്കസിന്റെ സ്ട്രീറ്റിൽ 6 അടി മണ്ണ് വെട്ടി ആ കുഴിയിലേക്ക് ഈ ശവമഞ്ചം ഇറക്കി വെച്ച് മറമാടി. എന്നിട്ട് അവർ തിരിച്ചു വന്നിട്ട് പറയാൻ, അള്ളാഹു മരിച്ചു, അല്ല ഇനി തിരിച്ചു വരില്ല, ഞങ്ങൾ അള്ളാഹുവിനെ കബറടക്കി തിരിച്ചു വരികയാണ് എന്ന് ദമസ്കസിൽ പറയാൻ കഴിയുന്ന ഒരവസ്ഥ ഉണ്ടായി എന്നാണ്. ദമസ്കസിനെ കുറിച്ച് നമുക്കറിയാം. ഇസ്ലാമിക സാമ്രാജ്യത്തിന്റെ, ഇസ്ലാമിക ഭരണക്രമത്തിന്റെ 6-7 നൂറ്റാണ്ടുകളുടെ സ്ഥിരാകേന്ദ്രമാണ് ദമസ്കസ് എന്ന് പറയുന്നത്. ഷെയ്ഖുൽ ഇസ്ലാം അടക്കമുള്ള പ്രധാന പണ്ഡിതന്മാരുടെ കേന്ദ്രം. അവിടെയാണ് ഇത് സംഭവിച്ചത്. സലാഹുദ്ദീൻ അയ്യൂബിയുടെ ഖബർ സന്ദർശിച്ച് കുരിശ് സേനാ നായകൻ സലാഹുദ്ദീൻ അയ്യൂബിയുടെ അദ്ദേഹത്തിന്റെ ഖബർ സന്ദർശിച്ചിട്ട് പറയാൻ, സലാഹുദ്ദീൻ, നിന്നെപ്പോലെ ഒരാൾ ഇനി ജനിക്കുകയില്ല, ഈ സമുദായത്തിൽ ഒരാളും ഇനി നിന്നെപ്പോലെ ഒരാൾ ഉണ്ടാവില്ല. കാരണം അതിനുള്ള പണിയൊക്കെ ഞങ്ങൾ ചെയ്തു വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് നിനക്ക് ഇനി ദുഃഖിച്ച് ഖബറിൽ കഴിയാം എന്ന് സലാഹുദ്ദീൻ അയ്യൂബിയുടെ ഖബറിൽ പോയി അദ്ദേഹത്തെ പുച്ഛിച്ച് സംസാരിക്കാൻ ഒരു കുരിശ് പടയാളികൾക്ക് സാധിക്കുന്ന അവസ്ഥ മുസ്ലിം ലോകത്ത് സംജാതമായി. ഇസ്ലാം എന്ന് പറയുന്നത് അപകർഷതയുടെ ഏറ്റവും വലിയൊരു സിംബലായി മാറിയ ഒരു കാലഘട്ടം. ഇസ്ലാമിനെ പ്രതിനിധീകരിക്കാൻ ആളുകൾക്ക് മടിയും അതുപോലെ തന്നെ അലസതയും ഭയമുള്ള ഒരു കാലഘട്ടം. ആ സമയത്താണ് ഇസ്ലാമിക പ്രസ്ഥാനങ്ങൾ ലോകത്ത് ഉദയം ചെയ്യുന്നത്. ഇസ്ലാമിക പ്രസ്ഥാനങ്ങൾ വിളിച്ച മുദ്രാവാക്യങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഇസ്ലാമിനെ കുറിച്ചുള്ള തിരിച്ചറിവുകളാണ്. നിങ്ങൾ സംഘടനയിലേക്ക് വരൂ, അല്ലെങ്കിൽ ജമാഅത്തെ ഇസ്ലാമിയിലേക്ക് വരൂ, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സംഘടനയിലേക്ക് വരൂ എന്നല്ല ഇസ്ലാമിക പ്രസ്ഥാനങ്ങൾ പറഞ്ഞ്, ശരിയായ ഇസ്ലാമിനെ മനസ്സിലാക്കൂ, ആ ഇസ്ലാം അനുസരിച്ച് നിങ്ങളുടെ ജീവിതത്തെ ക്രമീകരിക്കൂ, ഇസ്ലാമിന്റെ പ്രതിനിധികളായി ഭൂമിയിൽ നിങ്ങൾ ജീവിക്കുക, ഇസ്ലാമിനെ പ്രചാരണം നടത്തുക, പ്രബോധനം ചെയ്യുക എന്നതാണ് ഇസ്ലാമിക പ്രസ്ഥാനങ്ങൾ സാധാരണ പറയുക. നിങ്ങളെല്ലാവരും സംഘടനയിലേക്ക് അണിചേരൂ എന്നത് അതിൻ്റെ പ്രധാനപ്പെട്ട പ്രാഥമികമായ പരിഗണനയിലുള്ളതല്ല. ഇസ്ലാമിനെ കുറിച്ച് ശരിയായി മനസ്സിലാക്കുക. ഇത് തന്നെയാണ് ഹസനുൽ ബന്ന ജീവിതത്തിൽ അദ്ദേഹം ആദ്യം തുടക്കം കുറിച്ച അൽ ഇഖ്വാനുൽ മുസ്ലിമൂൻ എന്ന് പറയുന്ന ഇസ്ലാമിക പ്രസ്ഥാനത്തിന്റെ മുദ്രാവാക്യം. അദ്ദീനു ശാമിലുൻ കാമിലുൻ, ദീൻ സമ്പൂർണവും സമഗ്രവുമാണ് എന്ന മുദ്രാവാക്യമാണ്. എന്ന് പറഞ്ഞാൽ അദ്ദീനു ഹുവൽ ഹൽ, അൽ ഇസ്ലാമു ഹുവൽ ഹൽ, ഇസ്ലാം എന്ന് പറയുന്നത് നിങ്ങൾ അനുഭവിക്കുന്ന പ്രതിസന്ധികൾക്ക് പരിഹാരമാണ്. ഈ മുദ്രാവാക്യം വിളിച്ച് ലോകത്ത് അദ്ദേഹം ഉദയം ചെയ്യുകയാണ്. അദ്ദേഹത്തിന്റെ പ്രഭാഷണ ശൈലിയും അതുപോലെ തന്നെ സമർത്ഥന രീതിയിലും ആകൃഷ്ടരായ മനുഷ്യർ ഇസ്ലാമിനെ പ്രബോധക സംഘമായി മാറുകയാണ്. അങ്ങനെ ഒരു പ്രസ്ഥാനം രൂപീകൃതമാവുകയാണ്. അതാണ് അൽ ഇഖ്വാനുൽ മുസ്ലിമൂൻ. ലോകത്തെ ആദ്യത്തെ ഇസ്ലാമിക പ്രസ്ഥാനവും ലോകത്തെ ഏറ്റവും വലിയ ഇസ്ലാമിക പ്രസ്ഥാനവും അൽ ഇഖ്വാനുൽ മുസ്ലിമൂനാണ്. അങ്ങനെ ഇഖ്വാനുൽ മുസ്ലിമൂൻ ഇന്ന് ലോകത്ത് നമുക്കറിയാം 70-ലധികം രാജ്യങ്ങളിൽ വിവിധ പേരുകളിൽ വിവിധ പ്രവർത്തന രീതിയിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത് നമുക്കറിയാം.
അതുപോലെ തന്നെ ഇന്ത്യ ഉപഭൂഖണ്ഡത്തിൽ 930കളിൽ സയ്യിദ് അബുൽ അല മൗദൂദി തർജുമാനുൽ ഖുർആൻ എന്ന് പറയുന്ന അദ്ദേഹത്തിന്റെ പത്രങ്ങളിലൂടെ ഇസ്ലാമിന്റെ ഈ കാഴ്ചപ്പാട് സമർത്ഥിക്കാൻ തുടങ്ങി. ഇസ്ലാം എന്ന് പറയുന്നത് കേവലമായ ആരാധനകളുടെ, കേവലമായ അനുഷ്ഠാനങ്ങളുടെ, കേവലമായ ആചാരങ്ങളുടെ പേരല്ല. അത് സാമൂഹികവും സാംസ്കാരികവും രാഷ്ട്രീയവുമായ വിമോചനമുള്ളടങ്ങുന്ന ഒരു ഐഡിയോളജിയാണ്, ഒരു പ്രത്യയശാസ്ത്രമാണ്. അതിലേക്ക് ആളുകളെ ക്ഷണിക്കാൻ തുടങ്ങി. അതിന്റെ ഒടുവിൽ 941 ഓഗസ്റ്റ് 26 ഇന്ത്യ ഉപഭൂഖണ്ഡത്തിൽ ജമാഅത്തെ ഇസ്ലാമി പിറക്കുകയാണ്. അപ്പൊ ജമാഅത്തെ ഇസ്ലാമി ലോകത്ത് ഇസ്ലാമിനെ കുറിച്ച് മനസ്സിലാക്കി കൊടുത്തത് എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ മുസ്ലിങ്ങൾക്ക് പുതിയൊരു കാര്യം പഠിപ്പിച്ചതല്ല, ശരിയായ ദൗത്യത്തിലേക്ക് അവരെ ക്ഷണിക്കുകയാണ്. ശരിയായ ഉത്തരവാദിത്തങ്ങൾ നിർവഹിക്കാൻ അവരെ പര്യാപ്തമാക്കുക മാത്രമാണ് ചെയ്യുന്നത്. നിങ്ങൾ ആലോചിച്ച് നോക്കുക, ഇസ്ലാമിന്റെ സവിശേഷതകൾ എന്തൊക്കെയാണ്? ഇസ്ലാം എന്ന് പറയുന്ന ഇലാഹിയത്താണ്, ദൈവികമാണ്, അത് മനുഷ്യനിർമ്മിതമല്ല. അതുകൊണ്ട് തന്നെ അതിൽ ഒരിക്കലും കലർപ്പുകളില്ല. മനുഷ്യൻ്റെത് മാത്രമാകുമ്പോഴാണ് കലർപ്പുകളും അസംശനും ഊഹങ്ങളും അനുമാനങ്ങളും ഉണ്ടാവുക. ഇസ്ലാമിന്റെ പ്രത്യേകത അത് ദൈവികമാണ്. മറ്റുള്ള എല്ലാ പ്രത്യയശാസ്ത്രങ്ങളും മനുഷ്യനിർമ്മിതമാണ്. ഇന്ന് ലോകത്ത് സെമിറ്റിക് മതങ്ങൾ എന്നറിയപ്പെടുന്ന മതങ്ങൾ പോലും മനുഷ്യന്റെ കൈകടത്തലുകൾക്ക് വിധേയമായതാണ്. അപ്പൊ യഥാർത്ഥത്തിൽ മനുഷ്യനിർമ്മിതമായ പ്രത്യയശാസ്ത്രങ്ങളും മനുഷ്യന്റെ കൈകടത്തലുകൾക്ക് വിധേയമായ മതങ്ങളും വാഴുന്നൊരു ലോകത്ത് ദൈവികമായ പ്രത്യയശാസ്ത്രമാണ് ഇസ്ലാം എന്ന് സമർത്ഥിക്കേണ്ട ആവശ്യമുണ്ടായിരുന്നു. കാരണം കമ്മ്യൂണിസം അതിന്റെ ഏറ്റവും വലിയ പ്രതാപകാലത്ത് ജീവിക്കുന്ന ഒരു സന്ദർഭത്തിലാണ് ഈ പ്രസ്ഥാനങ്ങളെല്ലാം ഉദയം ചെയ്യുന്നത്. 12 രാജ്യങ്ങൾ ലോകത്ത് അധികാരത്തിൽ വന്നു. 40ഓളം രാജ്യങ്ങളുടെ അഫിലിയേഷനാണ് സോവിയറ്റ് യൂണിയൻ എന്ന് പറയുന്നത്. അങ്ങനെ സോവിയറ്റ് യൂണിയൻ ലോകത്തെ അധികാരക്രമത്തിലെ പ്രധാനപ്പെട്ട പങ്ക് വഹിച്ച ഒരു കാലഘട്ടത്തിൽ, ആ കാലഘട്ടത്തിൽ ഇസ്ലാം എന്ന് പറയുന്നത് ഈ ഇന്ന് ഭൗതികർ പറയുന്ന പ്രശ്നങ്ങൾക്കും പരിഹാരമുള്ള ഒരു ആദർശമാണെന്ന് ലോകത്തിന്റെ മുന്നിൽ തെളിയിക്കേണ്ട ഒരു ബാധ്യതയുണ്ടായിരുന്നു. കമ്മ്യൂണിസം ലോകത്ത് തകർന്നു. സിന്ദാബാദ് വിളിച്ചവരെല്ലാം അതിനെ തള്ളിപ്പറഞ്ഞു. സഖാവ് ലെനിന്റെ പ്രതിമ തച്ചുടച്ചത് മോസ്കോയിലെ നേരത്തെ അദ്ദേഹത്തിനും അദ്ദേഹത്തിന്റെ പാർട്ടിക്കും സിന്ദാബാദ് വിളിച്ചവർ തന്നെയാണ്. ആ ചരിത്രം നമുക്കറിയാവുന്നതാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, യഥാർത്ഥത്തിൽ ഇസ്ലാമിനൊരു ഐഡിയോളജിയായി പ്രത്യയശാസ്ത്രമായി ലോകത്തിന്റെ മുന്നിൽ സമർത്ഥിച്ചത് ഇസ്ലാമിക പ്രസ്ഥാനങ്ങൾ ചെയ്ത ഏറ്റവും പ്രധാനപ്പെട്ട സവിശേഷമായ ഒരു ദൗത്യമാണ്. ഇസ്ലാം സമ്പൂർണവും സമഗ്രവുമാണ് എന്നത് പ്രതിപാദിച്ചു. എല്ലാ ആളുകളും അന്ന് മുസ്ലിം സമൂഹത്തിൽ വലിയൊരു ഭാഗം യൂറോപ്പ് അധിനിവേശം ചെയ്ത രാജ്യങ്ങളിൽ, യൂറോപ്പിന്റെ കോളനികളിൽ ഇസ്ലാമിനെ കുറിച്ച് അവർ ധരിച്ചിരുന്ന വശമെന്ന് പറയുന്നത് ഇസ്ലാം നമസ്കാരം, അതുപോലെയുള്ള ദിക്ർ, ദുആകൾ, അത് ആചാരങ്ങളിൽ ബന്ധിതമാണ്. പള്ളികളിൽ മാത്രമുള്ള ഒരു മതത്തെയാണ് മുസ്ലിങ്ങൾക്ക് പരിചയമുണ്ടായിരുന്നത്. എന്തിനാണ് യൂറോപ്പ് രാഷ്ട്രീയമായി മാത്രമല്ല മുസ്ലിം ലോകത്ത് അധിനിവേശം നിർവഹിച്ചത്? രാഷ്ട്രീയമായി മാത്രമല്ല, വൈജ്ഞാനികമായി മുസ്ലിം സമൂഹത്തിന്റെ തലച്ചോറുകളിൽ യൂറോപ്പിന്റെ വിജ്ഞാനങ്ങൾ ഉണ്ടായി. അങ്ങനെ ഈ യൂറോപ്പിനെ ചാണിന് ചാണായി അനുകരിക്കുന്ന മുസ്ലിങ്ങൾ ഉണ്ടായി. ഈജിപ്തിലൊക്കെ അദ്ദീനുലില്ല വൽവതനുലിൽ ജമീഅ, ദീൻ മതം അത് അള്ളാഹുവിന്, രാഷ്ട്രം ജനങ്ങൾക്ക് എന്ന മുദ്രാവാക്യം മുസ്ലിം പണ്ഡിതന്മാർ തന്നെ മുഴക്കിയൊരു കാലമുണ്ട്. എന്നു മാത്രമല്ല, മുസ്ലിം സമൂഹത്തോട് ഇത് ചെയ്യാൻ യൂറോപ്പിനെ പ്രചോദിപ്പിച്ച ഘടകം ലോകത്ത് അധിനിവേശത്തിനെതിരെ എല്ലാ കാലത്തും സന്ധിയില്ലാത്ത സമരം നടത്തിയത് മുസ്ലിങ്ങളാണ്. ഗസ നമ്മുടെ ഒരു ഉദാഹരണമാണ്. നമുക്കറിയാം, ഈജിപ്തിലും ഇന്ത്യയിലും അടക്കമുള്ള അഫ്ഗാനിസ്ഥാനിലടക്കമുള്ള ബ്രിട്ടീഷുകാർക്കെതിരെ സമരം നടത്തിയത് മുസ്ലിം പണ്ഡിതന്മാരാണ്. മുസ്ലിങ്ങളുടെ അതിനവർ ഉപയോഗിച്ചത് ഇസ്ലാമിന്റെ പ്രമാണങ്ങളാണ്. അൾജീരിയയിലും അതുപോലെ തന്നെ ടുണീഷ്യയിലും ഒക്കെയുള്ള പോരാട്ടങ്ങളുടെ ചരിത്രം പരിശോധിച്ചാൽ മുസ്ലിം പണ്ഡിതന്മാരാണ് അതിന്റെ മുന്നിൽ നിന്നത്. അതിനെ നിർവീര്യമാക്കണം, അതിനുവേണ്ടി ഒരു പ്രവാചകൻ അവർ പറഞ്ഞയച്ചു. അതാണ് മിർസ ഗുലാം അഹമ്മദ് ഖാദിയാനി എന്ന് പറയുന്ന ഒരു പ്രവാചകൻ. ഇന്ത്യയിൽ അദ്ദേഹം വരികയാണ്. അദ്ദേഹം ആദ്യം വന്നിട്ട് അദ്ദേഹത്തിന്റെ ആദ്യത്തെ വെളിപാട് തന്നെ എന്താണ്? ബ്രിട്ടീഷുകാർക്കെതിരെ സമരം ചെയ്യൽ നിഷിദ്ധമാണ് എന്ന പ്രസ്താവനയാണ്. ഇപ്പൊ ബ്രിട്ടീഷുകാർക്കെതിരെ അലയടിച്ചു വരുന്ന മുസ്ലിം സമൂഹത്തിന്റെ അധിനിവേശ വിരുദ്ധ വികാരത്തെ ഇല്ലായ്മ ചെയ്യാൻ മതത്തെക്കുറിച്ചുള്ള സങ്കല്പത്തെ ഇല്ലായ്മ ചെയ്തു എന്ന് മാത്രമല്ല, അതിനുവേണ്ടി ഒരു പ്രവാചകനെ പോലും അവർ കൊണ്ടുവരികയാണ്. അതിനെതിരെയുള്ള ഇസ്ലാമിന് പക്ഷത്തു നിന്നുള്ള ഒരു കലാപമാണ്, ഒരു സർഗാത്മകമായ പ്രതിരോധം കൂടിയാണ് ഇസ്ലാമിക പ്രസ്ഥാനങ്ങൾ എന്ന് പറയുന്നത്. ദീനിനെ കുറിച്ച് സമ്പൂർണവും സമഗ്രവുമായ ഒരു കാഴ്ചപ്പാട് ലോകത്തത് സമർത്ഥിച്ചത് മാത്രമല്ല, ആ കാഴ്ചപ്പാട് അത് പ്രയോഗവൽക്കരിക്കുകയും ചെയ്ത് നമുക്കറിയാം. ഇസ്ലാമിക പ്രസ്ഥാനങ്ങളുടെ ചരിത്രം എടുത്തു പരിശോധിച്ചാൽ നമുക്കത് ബോധ്യമാവുന്ന കാര്യമാണ്. ഇസ്ലാമിന്റെ സവിശേഷതകളൊന്നും വിടാതെ അത് പറയുക. അതിന്റെ ലക്ഷ്യം എന്താണ്? ഇഖാമത്തുദ്ദീൻ. നമുക്കറിയാം, ദീനിനെ ഭൂമിയിൽ സ്ഥാപിക്കുക എന്നാണ്.
നിങ്ങളുടെ ജീവിതത്തിൽ, കുടുംബ ജീവിതത്തിൽ, വ്യക്തി ജീവിതത്തിൽ, സാമൂഹ്യ ജീവിതത്തിൽ നമ്മൾ ഇടപെടുന്ന എന്തൊക്കെ മേഖലകളുണ്ടോ അവിടെ ദീനിനെ സംസ്ഥാപിക്കാൻ, ഭദ്രമായി ദീനിന്റെ പ്രതിനിധികളായി നിലനിൽക്കുവാൻ ഓരോ മുസ്ലിമും ശ്രമിക്കുക എന്നതാണ്. അതിനുവേണ്ടി മുസ്ലിം സമൂഹത്തെയും ഈ നാട്ടിലെ മുഴുവൻ ജനങ്ങളെയും തയ്യാറാക്കുക എന്നതാണ് ഇസ്ലാമിക പ്രസ്ഥാനത്തിന്റെ ലക്ഷ്യമെന്ന് പറയുന്നത്. അതുപോലെ തന്നെ മുസ്ലിം സമൂഹത്തിന് അഭിപ്രായ വ്യത്യാസമില്ലാത്ത, എന്നാൽ വികൃതമായി മനസ്സിലാക്കിയ ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദ് റസൂലുള്ളാഹ് എന്ന ആദർശം അത് സ്വീകരിച്ചുകൊണ്ട് ഈ ആദർശത്തിന്റെ അടിസ്ഥാനത്തിൽ മുസ്ലിം സമൂഹത്തെ ശാക്തീകരിച്ച് നിലനിർത്തുക എന്നത് ഇസ്ലാമിക പ്രസ്ഥാനങ്ങളുടെ പദ്ധതിയായിരുന്നു. എന്ന് മാത്രമല്ല, നമുക്കറിയാം ഇസ്ലാമിക പ്രസ്ഥാനങ്ങൾ, ഇന്ത്യയിൽ ഇസ്ലാമിക പ്രസ്ഥാനം ജമാഅത്തെ ഇസ്ലാമി 75 വർഷമായി ഇന്ത്യയിൽ പ്രവർത്തിക്കാൻ തുടങ്ങി. ഇന്ത്യയിൽ 75 വർഷമായി, 7.5 പതിറ്റാണ്ട് കാലമായി ഈ രാജ്യത്ത് പ്രവർത്തിക്കുന്ന ഇസ്ലാമിക പ്രസ്ഥാനം എന്താണ് ഈ രാജ്യത്തിന് ചെയ്തത് എന്ന് ചോദിച്ചാൽ നമുക്കതിന് പറയാൻ പറ്റുന്ന ചെറിയ ഉത്തരം എന്ന് പറയുന്നത്, ഒരു ഇസ്ലാം മാത്രമാണ് ശരി എന്ന് പറഞ്ഞ് ഇസ്ലാമിക പ്ലാറ്റ്ഫോമിൽ ഉയർന്നു നിൽക്കാൻ പര്യാപ്തരായ ഒരു കൂട്ടം ആളുകളെ ഈ രാജ്യത്ത് സംഭാവന ചെയ്തു വന്നതാണ്. ഇസ്ലാമിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത്, ഇസ്ലാം ഒരു പ്രധാനപ്പെട്ട പ്രത്യയശാസ്ത്രമായി ലോകത്തത് അത് ആളുകളിൽ യഥാർത്ഥത്തിൽ അതിൻ്റെ ഇസ്ലാമിൻ്റെ പ്രത്യയശാസ്ത്രത്തെ ഉയർത്തിപ്പിടിക്കുക എന്നത് ലോകത്ത് മുസ്ലിങ്ങൾക്ക് പരിചയമില്ലാത്തൊരു കാലത്താണ് ഇസ്ലാമിക പ്രത്യയശാസ്ത്രത്തെ ലോകത്തിൻ്റെ മുന്നിൽ പരിചയപ്പെടുത്തുന്നത്. അതുകൊണ്ട് മുസ്ലിം സമൂഹത്തിനും മുസ്ലിമേതര സമൂഹങ്ങൾക്കുമെല്ലാം ഇസ്ലാമിൻ്റെ ശരിയായ ദിശയെ നിർണയിച്ചു കൊടുക്കുകയും കാഴ്ചപ്പാട് സമർപ്പിക്കുകയും ചെയ്യുന്നതിൽ ജമാഅത്തെ ഇസ്ലാമിയും ഇസ്ലാമിക പ്രസ്ഥാനങ്ങളും ഈ നാട്ടിൽ വഹിച്ച പങ്ക് നമുക്കൊരിക്കലും തള്ളിക്കളയാൻ കഴിയില്ല. അതുകൊണ്ട് ആത്മാഭിമാനബോധമുള്ള മുസ്ലിം, അത് ജമാഅത്തെ ഇസ്ലാമിയുടെ പ്രധാനപ്പെട്ട ഒരു സംഭാവനയാണ്. നിങ്ങൾ ഏത് ക്യാമ്പസിലായാലും ശരി, ഏത് നിങ്ങൾ പ്രവർത്തിക്കുന്ന ഇടങ്ങളിലായാലും ശരി, റളിയ ബില്ലാഹി റബ്ബൻ വബിൽ ഇസ്ലാമി ദീനൻ വബി മുഹമ്മദിൻ നബിയ, 3 കാര്യങ്ങളാണ് നമ്മൾ ആത്മാഭിമാനത്തിന്റെ ഇസ്സത്തിന്റെ അടിസ്ഥാനം എന്ന് പറയുന്നത്. നിങ്ങൾക്ക് ഇസ്സത്ത് ഉണ്ടാവണമെന്ന് പറയുമ്പോൾ എന്തിന്റെ പേരിലാണ് ഇസ്സത്ത്? 3 കാര്യങ്ങളുടെ പേരിലാണ്. അതൊന്ന് റളിയ ബില്ലാഹി റബ്ബൻ, എൻ്റെ റബ്ബ് അള്ളയാണ് എന്നതിൽ എനിക്ക് ഇസ്സത്ത്, അഭിമാനമുണ്ടാവുക എന്നതാണ്. എൻ്റെ റസൂൽ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ്, എൻ്റെ നബി മുഹമ്മദ് റസൂല സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ്, അതിലെനിക്ക് അഭിമാനമുണ്ടാവുക എന്നതാണ്. 3ാമത്തെ കാര്യം, എൻ്റെ ആദർശം പ്രത്യയശാസ്ത്രം ഇസ്ലാമാണ് എന്ന കാര്യത്തിൽ എനിക്ക് ആത്മാഭിമാന ബോധമുണ്ടാവുക എന്നതാണ്. ഈ 3 കാര്യങ്ങളാണ് നമ്മൾ അഭിമാനത്തിന്റെ അടിസ്ഥാനം എന്ന് പറയുന്നത്. ഈ അഭിമാനത്തിന്റെ ഈ 3 അടിസ്ഥാനത്തെയും ലോകത്ത് പുനർനിർണയിച്ചു കൊടുത്തത് ഇസ്ലാമിക പ്രസ്ഥാനങ്ങളാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ലോകത്ത് ഇസ്ലാമിക പ്രസ്ഥാനങ്ങൾ ചെയ്ത സംഭാവനകൾ നിങ്ങൾ അധികം പ്രവർത്തനങ്ങളെ വിശദീകരിക്കേണ്ടതില്ല. ഈ 3 കാര്യങ്ങളുടെ അടിസ്ഥാനത്തിൽ ആത്മാഭിമാന ബോധം ലോകത്തെ മുസ്ലിങ്ങൾക്ക് നൽകി എന്നതാണ് ഇസ്ലാമിക പ്രസ്ഥാനങ്ങൾ നൽകിയത്. അൽ ഇഖ്വാൻ മുസ്ലിമുനായാലും ജമാഅത്തെ ഇസ്ലാമിയായാലും. അതുകൊണ്ട് തന്നെ തങ്ങളുടെ രാഷ്ട്രീയ അധികാര ഘടനകൾ, രാഷ്ട്രീയമായ ആധിപത്യങ്ങൾ, തങ്ങളുടെ ഭരണക്രമങ്ങൾ, തങ്ങളുടെ തിന്മയിൽ അധിഷ്ഠിതമായ ചിന്താഗതികളും നിലപാടുകളും കാഴ്ചപ്പാടുകളുമെല്ലാം ഈ ഐഡിയോളജി വളർന്നു വന്നാൽ, ഈ ആശയം വികസിച്ചു വന്നാൽ, ഈ ഇസ്ലാമിക പ്രസ്ഥാനങ്ങൾ ലോകത്താധിപത്യം നേടിയാൽ അതിന് ഭീഷണിയാണെന്ന് മനസ്സിലാക്കിയ ആളുകൾ, അമേരിക്കൻ അടക്കമുള്ള സാമ്രാജ്യ ശക്തികൾ അതിനെ ഭീകരവാദവും തീവ്രവാദവുമാക്കി, അതിന് പൊളിറ്റിക്കൽ ഇസ്ലാം എന്ന കാറ്റഗറി നൽകി, അതിനടിച്ചമർത്താനുള്ള ആയുധങ്ങളും ഫണ്ടുകളും നൽകി, സ്വേച്ഛാധിപത്യ ഭരണാധികാരികൾക്ക് അതിനാവശ്യമായ സൈനിക സഹായങ്ങളും നൽകി. അതിന്ന് ലോകത്ത് ജീവിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഉദാഹരണമാണ് ഇസ്ലാമിന്റെ പേരിൽ ആത്മാഭിമാന ബോധത്തോടുകൂടി 177 ദിവസം സന്ധിയില്ലാതെ, അതുപോലെ തന്നെ പിന്മടക്കമില്ലാതെ നിലയുറപ്പിക്കുന്ന ഗസയിലെ പോരാളികൾ എന്ന് പറയുന്നത് ഇസ്ലാമിക പ്രസ്ഥാനങ്ങളുടെ ഒരു വശം തന്നെയാണ്. അൽ അറക്കത്തുൽ മുഖാവമത്തുൽ ഇസ്ലാമിയ പോലെയുള്ള ഇസ്ലാമിക സംഘങ്ങൾ എന്ന് പറയുന്നത്. നിങ്ങൾ ആലോചിച്ചു നോക്കൂ, ഒരു കാലത്ത് 967 6 അറബ് രാജ്യങ്ങൾ, ഇതിന്റെ മുമ്പ് ഇതിനേക്കാൾ ശക്തി കുറഞ്ഞ ഒരു കാലഘട്ടത്തിൽ ഇസ്രായേലിനെതിരെ യുദ്ധം ചെയ്തൊരു കാലമുണ്ടായിരുന്നു. അന്ന് 10-15 ദിവസങ്ങൾ കൊണ്ട് അറബ് രാജ്യങ്ങൾ അടിയറവ് പറഞ്ഞ സ്ഥലത്താണ് 3 ഭാഗവും ഉപരോധിക്കപ്പെട്ട, ഒരു ഭാഗം എപ്പോഴെങ്കിലും തുറന്നു കൊടുക്കുന്ന, ജയിലിന് സമാനമായ ജീവിതം നയിക്കുന്ന, ഒരു നേരത്തെ ഭക്ഷണം മാത്രം ഒരു ദിവസം ശരാശരി കിട്ടുന്ന ഗസയിലെ പോരാളികൾ യഥാർത്ഥത്തിൽ 77 ദിവസം ലോകത്തെ ഏറ്റവും പവർഫുള്ളായ ഒരു സൈനിക ശക്തിയോട് ചെറുത്തു നിൽക്കുന്ന എങ്ങനെയാണെന്ന് ചോദിച്ചാൽ, പ്രിയപ്പെട്ടവരെ, അത് ആദർശത്തിന്റെ ഗരിമ കൊണ്ടാണ്. അവർക്ക് ആത്മാഭിമാന ബോധം എന്ന് പറയുന്നത് ഈ 3 കാര്യങ്ങളിലാണ്, ഈ 3 വിഷയങ്ങളിലാണ്. അതുകൊണ്ട് അവരെ തളർത്താനോ തകർത്താനോ ഇല്ലായ്മ ചെയ്യാനോ നശിപ്പിക്കുവാനോ ലോകത്തൊരു ശക്തിക്കും സാധ്യമല്ല. ഇത് മുസ്ലിം സമൂഹത്തിന്റെ ഉള്ളിൽ ഈ വികാരത്തെ സന്നിവേശിപ്പിച്ചു നിലനിർത്തുക, ഈ ആദർശത്തിന്റെ പേരിൽ അഭിമാന ബോധം അവർക്കുണ്ടാക്കുക എന്ന ചരിത്രപ്രധാനമായ ദൗത്യം. ഏതുപോലെ അള്ളാഹുവിനെ കുഴിച്ചുമൂടി കബറടക്കി തിരിച്ചു വന്ന ഒരു കാലഘട്ടം മുസ്ലിം എന്ന് പറയുന്നത്
അപകർഷതാബോധമുണ്ടായിരുന്ന ഒരു കാലഘട്ടം, തട്ടം ധരിക്കാൻ മുസ്ലിം പെൺകുട്ടികൾ ഭയപ്പെട്ട ഒരു കാലഘട്ടം എന്നു മാത്രമല്ല, ലോകത്തെല്ലാവരും പ്രൊഫറ്റായി, പ്രവാചകനായി വാഴ്ത്തിയിരുന്നത് കമാൽ അത്താതുർക്കിനെയാണ്. തുർക്കിയിലെ രാഷ്ട്രപിതാവ് എന്താണ് കമാൽ അത്താതുർക്ക് ചെയ്തത്? തുർക്കിയിലെ എല്ലാ പള്ളികളും മ്യൂസിയങ്ങളാക്കി, മദ്രസകളിൽ ഇടിച്ചു നിരപ്പാക്കി, കുതിരാലയങ്ങളോ അല്ലെങ്കിൽ ബാറുകളോ ആക്കി മാറ്റി. അതുപോലെ തന്നെ ബാങ്ക് വിളി നിരോധിച്ചു, ശിരോവസ്ത്രം നിരോധിച്ചു, കിട്ടാവുന്ന ഖുർആനിന്റെ കോപ്പികൾ മുഴുവൻ ശേഖരിച്ച് കത്തിച്ച് ചാമ്പലാക്കി കമാൽ അത്താതുർക്ക്. ആ കമാൽ അത്താതുർക്കിനെ യൂറോപ്പും മുസ്ലിം രാജ്യങ്ങളിലുള്ള പരിഷ്കാരികളും പുരോഗമനകാരികളുമെല്ലാം പ്രവാചകനായി വാഴ്ത്തിയ ഒരു കാലം. ഈ കാലത്ത് ഇസ്ലാമിന്റെ പേരിൽ ഉയർന്നു നിൽക്കാൻ മനുഷ്യർ മടിച്ചിരുന്ന, ഭയപ്പെട്ടിരുന്ന ഒരു കാലം. ഇസ്ലാമിന്റെ പേരിൽ ഒരു കൂട്ടം ആളുകളെ ലോകത്തിന്റെ മുന്നിൽ അതിനെ അഭിമുഖീകരിക്കാൻ ശേഷിയുള്ള ഒരു ജനതയാക്കി വളർത്തിയത് ഇസ്ലാമിക പ്രസ്ഥാനങ്ങളാണ്. അതുകൊണ്ട് ഇസ്ലാമിക പ്രസ്ഥാനങ്ങൾ, നേരത്തെ ഞാൻ സൂചിപ്പിച്ചു, ഇന്നി ജാഇലുൻ ഫിൽ അർളി ഖലീഫ, നമ്മൾ അള്ളാഹുവിൽ ഏറ്റെടുത്ത ഒരു അമാനത്തുണ്ട്, ഭൂമിയിൽ അള്ളാഹുവിന്റെ പ്രാതിനിധ്യം നിർവഹിക്കുമെന്നാണ്, ഖലീഫമാരാകുമെന്നതാണ്. ആ ഖലീഫ എന്ന് പറഞ്ഞാൽ അള്ളാഹു നമ്മളെ ഏൽപ്പിച്ച എല്ലാ ദൗത്യവും ഏറ്റക്കുറച്ചിലില്ലാതെ ഈ ഭൂമിയിൽ നമ്മുടെ ജീവിതം കൊണ്ട് അതിന്റെ പ്രതിനിധീകരണം നിർവഹിക്കുക എന്നതാണ്. അത് നിങ്ങൾ നിർവഹിക്കണമെന്ന് ഇസ്ലാമിക ഉമ്മത്തിനോട്, ഈ രാജ്യത്തെ മുഴുവൻ ജനങ്ങളോടും ലോകത്തെ മുഴുവൻ സമൂഹത്തോടും ഉദ്ഘോഷിച്ച ആദർശമാണ് ഇസ്ലാമിക പ്രസ്ഥാനങ്ങളുടെ ആദർശം എന്ന് പറയുന്നത്. അതുകൊണ്ട് ഇന്ന് ഇസ്ലാമിക പ്രസ്ഥാനങ്ങൾ നമുക്കറിയാവുന്നതുപോലെ ലോകത്തിന്റെ എല്ലാ മുക്കുമൂലകളിലും ചില സ്ഥലങ്ങളിൽ ശക്തി പ്രകടിപ്പിക്കുന്ന രീതിയിൽ, അതുപോലെ തന്നെ ചില ന്യൂനപക്ഷങ്ങളായി പല രീതിയിൽ സ്വാധീനം ഉറപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇസ്ലാമിക പ്രസ്ഥാനങ്ങൾ ലോകത്തെ മുസ്ലിം സമൂഹത്തിന് മാത്രമല്ല, ഇസ്ലാമിന്റെ നന്മ മുഴുവൻ മനുഷ്യർക്കും ലഭ്യമാകുന്ന രീതിയിൽ ഇസ്ലാമിനെ നിങ്ങൾ പ്രവർത്തനക്ഷമമാക്കണമെന്ന് ലോകത്തെ ഉത്ബോധിപ്പിച്ച ഒരു പ്രവർത്തന പാരമ്പര്യം ഇസ്ലാമിക പ്രസ്ഥാനങ്ങൾക്കുണ്ട്. നിങ്ങൾ എടുത്ത് പരിശോധിച്ചു നോക്കുക. നമുക്കറിയാം, ഇന്ത്യയിൽ തന്നെ നിങ്ങൾ എടുത്തു നോക്കുക. ജമാഅത്തെ ഇസ്ലാമി സംഘർഷകലുഷിതമായ ഒരു കാലഘട്ടത്തിൽ എങ്ങനെ അതിനെ പ്രതിരോധിക്കണം, വെറുപ്പും വിദ്വേഷവും വിറ്റ് അതിന്റെ മൂലധനം കൊണ്ട് തങ്ങളുടെ സിംഹാസനം ഊട്ടിയുറപ്പിക്കുന്ന ഭരണാധികാരികൾ ഈ രാജ്യം ഭരിച്ചുകൊണ്ടിരിക്കുമ്പോൾ അതിനെങ്ങനെ പ്രതിരോധിക്കണം, അതിനെങ്ങനെ ചെറുക്കണം എന്നതിന് ഇസ്ലാമിക പ്രസ്ഥാനത്തിന് ശരിയായ കാഴ്ചപ്പാടുകളുണ്ട്. അതിനുവേണ്ടി സൗഹൃദങ്ങളെ ഊട്ടിയുറപ്പിക്കുക, സാഹോദര്യങ്ങളെ ഊട്ടിയുറപ്പിക്കുക എന്ന പ്രമേയം ഉയർത്തിപ്പിടിച്ച് ആയിരക്കണക്കിന് സദ്ഭാവന മഞ്ചുകൾ, സൗഹൃദ വേദികൾ ഈ രാജ്യത്ത് നിർമ്മിക്കുകയാണ്, അതുണ്ടാക്കുകയാണ്. ഹിന്ദുവിനെയും മുസ്ലിമിനെയും ക്രിസ്ത്യാനിയെയും മതമില്ലാത്തവരെയും വെറുപ്പിനെതിരെയും വിദ്വേഷത്തിനെതിരെയും സംഘടിപ്പിക്കുന്ന ഭാരിച്ച ഉത്തരവാദിത്തം ഇസ്ലാമിക പ്രസ്ഥാനം ഈ രാജ്യത്ത് ഏറ്റെടുത്തിരിക്കുകയാണ്. അതിന്റെ ആശയങ്ങളോ ആദർശങ്ങളോ എല്ലാം അതിന്റെ ഭരണഘടനയിലോ സാഹിത്യങ്ങളിലോ അതിന്റെ പ്രഭാഷണങ്ങളിലോ മാത്രം വിശ്രമിക്കുന്നതല്ല. നമ്മൾ ഈ നാട്ടിലെ ഭൂമിയിലെല്ലാം ഈ ജീവിക്കുന്ന മനുഷ്യരുടെ ഞരമ്പുകളിലേക്ക് സമാധാനവും സ്വസ്ഥതയുമായി പടരുന്ന ഒരു ആശയമായി അത് നിലനിൽക്കുന്ന നമുക്ക് കാണാൻ കഴിയും. സേവന പ്രവർത്തനങ്ങൾ നമുക്കറിയാം. ഇസ്ലാമിക പ്രസ്ഥാനം ഈ രാജ്യത്ത് നിർവഹിക്കുന്ന സേവന പ്രവർത്തനങ്ങൾ എന്ന് പറയുന്നത് മിഷനെ പോലെയുള്ള, പീപ്പിൾസ് ഫൗണ്ടേഷനെ പോലെയുള്ള സംവിധാനങ്ങൾ എടുത്തു നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാകുന്നതാണ്. അതുപോലെ തന്നെ ഇസ്ലാമിക പ്രബോധനത്തിനു വേണ്ടി ഈ രാജ്യത്ത് 15 ഭാഷകളിൽ വിശുദ്ധ ഖുർആന്റെ പരിഭാഷ, ഇസ്ലാമിക സാഹിത്യങ്ങൾ, നിങ്ങൾ ഇസ്ലാമിനെ കുറിച്ച് പഠിക്കാൻ നിങ്ങൾ ഏതു ഭാഷക്കാരനായാലും ശരി അതിന് അവലംബിക്കേണ്ടത് ഇസ്ലാമിക പ്രസ്ഥാനത്തിന്റെ സാഹിത്യങ്ങളോ അത് പുറത്തിറക്കിയ വിശുദ്ധ ഖുർആനിന്റെ മൊഴിമാറ്റങ്ങളെയോ ആണ്. ഇങ്ങനെ ഇസ്ലാമിനു വേണ്ടി നിലകൊള്ളുന്ന ഒരു പ്രത്യേകമായ ഒരു സമൂഹത്തെ സൃഷ്ടിക്കുകയും ഏത് മേഖലയിലും ആത്മാഭിമാന ബോധമുള്ള മുസ്ലിമായി ജീവിക്കുക എന്ന സന്ദേശം അത് ഉയർത്തിപ്പിടിക്കുകയും ചെയ്ത പ്രസ്ഥാനമാണ്. അങ്ങനെ 75 വർഷത്തെ അതിന്റെ ചരിത്രം നിങ്ങൾ എടുത്തു പരിശോധിച്ചു നോക്കിയാൽ ഭൂമിയിൽ ശരിയായ രീതിയിൽ ഇസ്ലാമിനെ ശരിയായ രീതിയിൽ നിങ്ങൾ മനസ്സിലാക്കുക. അങ്ങനെ മനസ്സിലാക്കി അതിന് നിങ്ങളെ ജീവിതം കൊണ്ട് നിങ്ങൾ സാക്ഷികളാവുക, നിങ്ങൾ അള്ളാഹുവിന്റെ പ്രതിനിധികളാവുക എന്ന് പറഞ്ഞാൽ ഇന്നദ്ദീന ഇൻദല്ലാഹിൽ ഇസ്ലാം. സൂര്യനും ചന്ദ്രനും നക്ഷത്രങ്ങളും മൃഗങ്ങളും സസ്യലതാദികളും നമ്മളെ കണ്ണുകൊണ്ട് കാണുന്നതും കാണാത്തതുമായ ജീവജാലങ്ങളെല്ലാം പ്രതിനിധീകരിക്കുന്ന ഒരു ദൈവിക വ്യവസ്ഥയുണ്ട് ഈ ഭൂമിയിൽ. ഈ ദൈവിക വ്യവസ്ഥയുടെ പ്രതിനിധികളാവുക എന്ന് പറഞ്ഞാൽ ഇസ്ലാമിന്റെ പ്രതിനിധികളാവുക. അള്ളാഹുവിന്റെ അടുക്കൽ സ്വീകാര്യമായത് ഇസ്ലാം മാത്രമാണ്, സ്വീകാര്യമായ ദീൻ ഇസ്ലാം മാത്രമാണെന്ന് വിശുദ്ധ ഖുർആൻ ആവർത്തിച്ചു പറഞ്ഞതാണ്. ഇത് ഈ സമൂഹത്തെ ബോധ്യപ്പെടുത്തുകയും ഇസ്ലാമിനെ ഒരു വിമോചന പ്രത്യയശാസ്ത്രമായി സമർത്ഥിക്കുകയും ചെയ്തുവെന്നാണ്. അനീതിക്കെതിരെ, മർദ്ദകനെതിരെ, ചൂഷണത്തിനെതിരെ കയർക്കുന്നതിന് നിങ്ങൾക്ക് ഏതെങ്കിലും കാർൽ മാർക്സിന്റെ ഫിലോസഫി ആവശ്യമില്ല. നിങ്ങൾക്ക് ഏതെങ്കിലും വിമോചന പ്രസ്ഥാനങ്ങളുടെ പിന്നാലെ പോകേണ്ടതില്ല. നിങ്ങൾ കമ്മ്യൂണിസത്തിന്റെ പിന്നാലെ സിന്ദാബാദ് വിളിക്കേണ്ടതില്ല. ഇസ്ലാം എന്ന് പറയുന്നത് ഒന്നാം തരം വിമോചന പ്രത്യയശാസ്ത്രമാണ്. ലോകത്ത് അടിച്ചമർത്തപ്പെട്ട മനുഷ്യരെ ലോകത്തിന്റെ നിറകയിലെത്തിച്ച പാരമ്പര്യം ഇസ്ലാമിക ചരിത്രത്തിലുണ്ട്. കാരണം മക്ക വിജയിച്ചടക്കിയപ്പോ
പ്രവാചകന്റെ ചുമലിൽ കയറി കഅബയിൽ മുകളിൽ കയറി വാങ്ക് വിളിച്ചത് എത്യോപ്യക്കാരനായ ബിലാൽ ഇബ്നു റബാഹ് റളിയല്ലാഹു അൻഹു ആണ്. അദ്ദേഹത്തിന്റെ നാട്ടിലേക്ക് ഇസ്ലാം വളരെ വേഗം പടർന്നു പന്തലിച്ചതിന്റെ ചരിത്രവും അതാണ്. അപ്പൊ നമുക്കറിയാവുന്നത് പോലെ ഇസ്ലാമിക സമൂഹം സമത്വത്തിന്റെയും സാഹോദര്യത്തിന്റെയും നിർഭയത്വത്തിന്റെയും പാഠങ്ങൾ ലോകത്തെ മുഴുവൻ മനുഷ്യ സഞ്ചയത്തെയും പഠിപ്പിച്ച് മനുഷ്യ സഞ്ചയങ്ങൾ അതിന് നിലകൊണ്ടാൽ ലോകത്ത് സമാധാനം, സ്വസ്ഥതയും സുരക്ഷയും ഉണ്ടാകുമെന്ന് ലോകത്തെ മുഴുവൻ ആളുകളോടും അത് ഉത്ബോധിപ്പിക്കാൻ മുസ്ലിമിനോട് മാത്രമല്ല. അപ്പൊ മാനുഷികമായ ഭദ്രതക്കും സുരക്ഷയ്ക്കും വേണ്ടി ഇസ്ലാം അനിവാര്യമായ ഒരു ആദർശമാണെന്ന് ലോകത്തെ ഇസ്ലാമിക പ്രസ്ഥാനങ്ങൾ പഠിപ്പിച്ചു വന്നതാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഇസ്ലാമിക പ്രസ്ഥാനങ്ങൾ ചെയ്യുന്ന പ്രവർത്തനങ്ങൾ, അതിന്റെ നയനിലപാടുകൾ, അതിന്റെ പ്രവർത്തന മാർഗങ്ങൾ, അതിന്റെ ആദർശവും അതിന്റെ ലക്ഷ്യവും നിങ്ങൾ എടുത്ത് പരിശോധിക്കുക. ഇസ്ലാമിൽ നിന്ന് വ്യതിചലിച്ച ഒന്നും നിങ്ങൾക്ക് കാണാൻ കഴിയില്ല. അതിനെ നിങ്ങൾ ശരാശരിയിൽ കവിഞ്ഞ് മനസ്സിലാക്കുവാനും അതിനെ നിങ്ങളുടെ ജീവിതത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രചോദനമായി ഉൾക്കൊള്ളുവാനുള്ള പരിശ്രമമാണ് ഇസ്ലാമിക പ്രസ്ഥാനങ്ങൾ നമുക്ക് പഠിപ്പിച്ചു തരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട പ്രവർത്തനം എന്ന് പറയുന്നത്. GIO പോലെയുള്ള ഈ ഗേൾസ് ഇസ്ലാമിക് ഓർഗനൈസേഷൻ ജമാഅത്തെ ഇസ്ലാമിയുടെ ഒരു സംവിധാനമാണ്, ഇസ്ലാമിക പ്രസ്ഥാനത്തിന്റെ ഒരു സംവിധാനമാണ്. SIO ഇസ്ലാമിക പ്രസ്ഥാനത്തിന്റെ ഒരു സംവിധാനമാണ്. ഇതൊക്കെ ക്യാമ്പസുകളിൽ പഠിപ്പിക്കുന്നത് എന്താണ്? ഈ ആദർശത്തെ ശരിയായി പ്രതിനിധീകരിക്കാനുള്ള ആത്മവിശ്വാസം നമുക്ക് നൽകുകയാണ്. നൂറുകണക്കിന് മനുഷ്യർ ജയ് ശ്രീറാം വിളിച്ച് ഒരു പെൺകുട്ടിയുടെ മഫ്തഴിക്കാൻ, അവിടെ ഹിജാബ് അടിക്കാൻ വേണ്ടി പിന്നാലെ കൂടുന്ന സമയത്ത് തിരിഞ്ഞു നിന്ന് ആ പെൺകുട്ടി വിളിക്കുന്ന അല്ലാഹു അക്ബർ എന്ന മുദ്രാവാക്യമുണ്ട്. ആ മുദ്രാവാക്യമാണ് അഅ്സന അല്ലാഹു ബിൽ ഇസ്ലാം, ഇസ്ലാമാണ് നമ്മുടെ അഭിമാനത്തിന്റെ അടിസ്ഥാനമെന്ന് അബൂ ഉബൈദയെ മഹാനായ ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹു പഠിപ്പിച്ച ആ മുദ്രാവാക്യത്തിന്റെ ആധുനിക ഏറ്റവും ഉത്തമമായ ഒരു ഉദാഹരണമാണ് ആ പെൺകുട്ടിയുടെ മുദ്രാവാക്യം എന്ന് പറയുന്നത്. അപ്പൊ ക്യാമ്പസുകളിൽ നമ്മുടെ ആദർശത്തെ പ്രതിനിധീകരിച്ച് ജീവിക്കുമ്പോൾ നമ്മൾ അഭിമുഖീകരിക്കുന്ന വെല്ലുവിളികളെ നിർഭയം, സുരക്ഷിതമായി, സമാധാനപൂർണമായി, സഹവർത്തിത്വമായി നേരിടാൻ നിങ്ങളെ പഠിപ്പിക്കുന്ന ഒരു മാർഗരേഖ ലോകത്തെ മുസ്ലിം ഉമ്മത്തിന് പഠിപ്പിച്ച പ്രസ്ഥാനമാണ് ഇസ്ലാമിക പ്രസ്ഥാനങ്ങൾ എന്ന് പറയുന്നത്. അതുകൊണ്ട് അതിന്റെ മുദ്രാവാക്യങ്ങൾ അള്ളാഹു നിങ്ങൾ ഏൽപ്പിച്ച ഭാരിച്ച ഉത്തരവാദിത്തങ്ങളെ വള്ളി വിടാതെ ജീവിതത്തിൽ നിങ്ങൾ ഏറ്റെടുക്കുകയും അതിന്റെ പ്രതിനിധികളായി നിങ്ങൾ ജീവിക്കുന്ന ക്യാമ്പസുകൾ ജീവിക്കുകയും ചെയ്യുക എന്നാണ്. പ്രതിസന്ധികളുടെ കാലങ്ങൾ നമ്മുടെ മുന്നിലൂടെ വരാൻ പോവുകയാണ്. നമുക്കറിയാം, ഇന്ത്യ ഭരിക്കുന്നവരും ലോകത്താധിപത്യം നേടിക്കൊണ്ടിരിക്കുന്നതും ഒക്കെ അവരുടെ പ്രവർത്തികളും അവരുടെ ചിന്താഗതികളും നിലപാടുകളുമെല്ലാം ശരിയായ വിശ്വാസം കാലുറപ്പിച്ചു നിർത്തുന്നവർക്ക് വെല്ലുവിളികൾ തീർക്കുന്നതാണ്. പക്ഷേ ഈ വെല്ലുവിളികളെ നിങ്ങൾ എങ്ങനെ അഭിമുഖീകരിക്കും? നിങ്ങളുടെ ആൾബലം കൊണ്ട്, ആയുധബലം കൊണ്ട്, അതുപോലെ തന്നെ മറ്റു സന്നാഹങ്ങളെ കൊണ്ട്, സംവിധാനങ്ങളെ കൊണ്ട് അതിനെ അഭിമുഖീകരിക്കാൻ കഴിയില്ല. അതൊക്കെ ആവശ്യമുണ്ടാകും. പക്ഷെ അതിലുപരി ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം അവന്റെ വെല്ലുവിളികൾ അതിജയിക്കാൻ ഏറ്റവും ആവശ്യമായത് ആദർശ പ്രതിബദ്ധതയാണ്, ത്യാഗമാണ്, അതുപോലെ തന്നെ ദൈവിക സഹായമാണ്. അതുപോലെ തന്നെ നമ്മൾ ഈ ആദർശത്തിന് വേണ്ടി ഇൻവെസ്റ്റ് ചെയ്യുന്ന ത്യാഗങ്ങളും പരിശ്രമങ്ങളുമാണ്. ഇത് നമ്മൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ഈ ആദർശത്തെ ശരിയായി പ്രതിനിധീകരിക്കാൻ നിങ്ങളെ പര്യാപ്തമാക്കുന്ന, അതിനാവശ്യമായ വഴി കാണിച്ചു തരുന്ന, ആ വഴിയുടെ അവസാനം നിങ്ങൾക്ക് സ്വർഗത്തിലെത്താമെന്ന് നിങ്ങളെ ഉണർത്തുന്ന, അങ്ങനെ അള്ളാഹുവിന്റെ പ്രതീക്ഷ നിർഭരമായ ആയത്തുകൾക്കും അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ പ്രവാചകന് നൽകിയ ദിവ്യ വെളിപാടുകളുടെ സാക്ഷാത്കാരങ്ങൾക്കും അതിന്റെ ഓരോ ആയത്തുകൾക്കും ഓരോ വരികൾക്കും നിങ്ങൾ ജീവിക്കുന്ന ക്യാമ്പസുകളിൽ നിങ്ങൾക്ക് ജീവൻ പകരാൻ കഴിയുമെന്ന് നിശ്ചയദാർഢ്യത്തോടു കൂടി നിങ്ങളെ വീണ്ടും ഉണർത്തുന്ന ദൗത്യം ഈ രാജ്യത്ത് നിർവഹിക്കുന്നത് ഇസ്ലാമിക പ്രസ്ഥാനങ്ങളല്ലാതെ മറ്റൊരു പ്രസ്ഥാനവുമില്ല എന്ന് മനസ്സിലാക്കേണ്ടതാണ്. അതുകൊണ്ട് അള്ളാഹുവിന്റെ പ്രതിനിധികളായി നിർഭയം, സുരക്ഷയോടുകൂടി ഇസ്ലാമിന്റെ എല്ലാ ചിഹ്നങ്ങളെയും ആദർശങ്ങളെയും വിശ്വാസങ്ങളെയും മുറുകെ പിടിച്ച് നമ്മുടെ ക്യാമ്പസുകളിൽ ആത്മാഭിമാനത്തോടു കൂടി ജീവിക്കാം. എല്ലാ പ്രതിസന്ധികളെയും നിങ്ങൾക്ക് നേരിടാനും പരിഹരിക്കാനുമുള്ള മാർഗം ഇസ്ലാമിലുണ്ട്. ഇസ്ലാം എന്ന് പറയുന്നത് ഒരു മനുഷ്യന്റെ ഒരു വാചകം പോലും ഇല്ലാത്ത പ്രത്യയശാസ്ത്രമാണ്. മനുഷ്യന്റെ ഒരു ഊഹങ്ങൾക്കോ അനുമാനങ്ങൾക്കോ വ്യക്തി താല്പര്യങ്ങൾക്കോ ഒരു ഇടവുമില്ലാത്ത ആദർശമാണ്. അതെല്ലാം ആകാശലോകവുമായി ബന്ധപ്പെട്ടതാണ്, സമാവിയാണ്, ഇലാഹിയാണ്. അതുകൊണ്ട് നിങ്ങൾക്ക് നിർഭയം അതിന്റെ ചോട്ടിൽ അഭയമണിയാം. കാരണം അത് മനുഷ്യന്റെ ഇൻട്രസ്റ്റുകൾ അതിലില്ല. ലോകത്തെല്ലാ പ്രത്യയശാസ്ത്രങ്ങളും മനുഷ്യ താല്പര്യങ്ങൾ ഉണ്ടായപ്പോ മനുഷ്യ താല്പര്യങ്ങൾക്ക് അതീതമായി ലോകത്തെ വിമോചന കാഹളം മുഴക്കിയത് ഖബ്ബാബ് റളിയല്ലാഹു അൻഹു നബിയുടെ അടുത്ത് വന്ന് പറയാൻ, അള്ളാഹുവിന്റെ ദൂതരെ, എനിക്ക് എന്റെ പുറം കണ്ടോ? നിങ്ങൾ ഇരുമ്പ് കമ്പി ചൂടാക്കി വെച്ചടയാളങ്ങളാണ്, പൊള്ളിയിരിക്കാൻ, ശരീരം മുഴുവൻ പൊള്ളി വ്രണമായി ഒലിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇത് കാണിച്ചു കൊടുത്ത് നബിയോട് പറയാൻ, ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നില്ലേ? അവർ റസൂലുള്ള പറയാൻ, ഖബ്ബാബ് ഈ ആദർശം നെഞ്ചേറ്റി
ഈ ആദർശം പ്രബോധനം ചെയ്ത് ഈ ആദർശം ജീവിതത്തിന്റെ സാക്ഷ്യമായി തെരഞ്ഞെടുത്ത മനുഷ്യരുടെ പീഡന കഥകൾ നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു കൊടുക്കുകയാണ്. ചില ആളുകൾ അഗ്നികുണ്ടാരത്തിലേക്ക് വലിച്ചെറിഞ്ഞു, ചില ആളുകളെ എല്ലും അവരുടെ മാംസവും വേർതിരിച്ചു ഇരുമ്പിന്റെ ചീർപ്പുകളെ കൊണ്ട്, ചില ആളുകളെ ഈർച്ചവാള് കൊണ്ട് നെടുക പിളർത്തി. ഇതൊക്കെ അവർ അനുഭവിച്ചതാണ്. അതുകൊണ്ട് സൻആഹ് മുതൽ ഹദറമൗത്ത് വരെ ഒരു മനുഷ്യന് നിർഭയമായി സഞ്ചരിക്കാൻ പറ്റുന്ന ഒരു ഭൂമിക്ക് വേണ്ടിയാണ് നമ്മൾ പണിയെടുക്കുന്നത്. പ്രിയപ്പെട്ടവരെ, ഈ ലോകത്തെ സുരക്ഷ, ഈ ലോകത്തെ സുഭിക്ഷത, ഈ ലോകത്തെ ക്ഷേമം ഇസ്ലാമിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാഴ്ചപ്പാടാണ്. ഈ ഒരു വിഭാവന നിങ്ങൾക്ക് കാഴ്ചപ്പാട് നൽകുന്നത് ഇത് ഇന്ത്യയിലോ മറ്റോ ഉള്ള ഇസ്ലാമിക സംഘടനകൾക്ക് അതിന് സാധ്യമല്ല. ഇസ്ലാമിക പ്രസ്ഥാനത്തിനാണ് സാധിക്കുന്നത്. ഓരോ 6 മിനിറ്റിലും ഒരു സ്ത്രീ റേപ്പ് ചെയ്യുന്ന രാജ്യമാണ്, ബലാത്സംഗത്തിന് വിധേയമാകുന്ന രാജ്യമാണ് ഇന്ത്യ എന്ന് പറയുന്നത്. നമുക്കറിയാം, ഓരോ 6 മിനിറ്റിലും ഒരു സ്ത്രീ ബലാത്സംഗത്തിന് വിധേയമാകുന്ന രാജ്യം. ഈ രാജ്യത്ത് സ്ത്രീകൾക്ക് ഏറ്റവും സുരക്ഷിതമല്ലാത്ത നഗരമെന്ന് പറയുന്നത് ഈ രാജ്യത്തിന്റെ തലസ്ഥാന നഗരിയാണ്. അങ്ങനെ സ്ത്രീകൾക്ക് സുരക്ഷിതമല്ലാത്ത 57 കോടി ജനങ്ങൾ പട്ടിണിയിൽ കഴിയുന്ന, ആ പട്ടിണിയിൽ കഴിയുന്ന ആളുകളുടെ അവരുടെ എണ്ണമെന്ന് പറയുന്നത് 24 ആഫ്രിക്കൻ രാജ്യങ്ങൾക്ക് തുല്യമാണ്. അത്രയും വലിയ പട്ടിണിയുള്ള ഒരു രാജ്യം, സ്ത്രീ പീഡനങ്ങളിലെ രാജ്യം, അതുപോലെ തന്നെ ജാതീയമായ ഐത്തങ്ങളും ഉച്ചനീചത്വങ്ങളുമുള്ള രാജ്യം. സയന്റിസ്റ്റ് ആവാൻ വേണ്ടി ഹൈദരാബാദ് യൂണിവേഴ്സിറ്റിയിലേക്ക് കയറി വന്ന രോഹിത് വെമുലയെ നമുക്കറിയാം. പക്ഷേ ആത്മഹത്യ ചെയ്യുകയാണ്. ആത്മഹത്യാ കുറിപ്പിൽ എഴുതുന്നത് കിനാബുകൾക്ക് അതിരില്ലാത്ത ലോകത്തേക്ക് ഞാൻ യാത്ര പോകുന്നുവെന്നാണ്. അങ്ങനെ സ്വന്തം അമ്മ മരിച്ചാൽ അടുക്കള കുഴിച്ച് 6 അടി മണ്ണൊരുക്കേണ്ടി വരുന്ന ആയിരക്കണക്കിന് ദലിതരും ആദിവാസികളും ജീവിക്കുന്ന ലോകം. ഈ മനുഷ്യർക്കൊക്കെ ക്ഷേമം ആവശ്യമുണ്ട്, ഈ മനുഷ്യർക്ക് നിർഭയത്വം ആവശ്യമുണ്ട്, ഈ മനുഷ്യർക്ക് അതുപോലെ സുരക്ഷ ആവശ്യമുണ്ട്. നിങ്ങൾക്ക് അവരെ കലവറകളില്ലാതെ ചേർത്ത് പിടിക്കാൻ ലോകത്തിന് ആദർശവും പ്രത്യയശാസ്ത്രമുണ്ട്. അതാണ് ഇന്നദ്ദീന ഇൻദല്ലാഹിൽ ഇസ്ലാം. ഇത് ആവർത്തിച്ച് ഈ ലോകത്തിന്റെ മുന്നിൽ നിർഭയത്വത്തോടുകൂടി പ്രഖ്യാപിച്ച പ്രസ്ഥാനമാണ് ഇസ്ലാമിക പ്രസ്ഥാനങ്ങൾ, നവോത്ഥാന നായകന്മാർ. അതിന് പലരും അവരുടെ ജീവൻ ബലി നൽകേണ്ടി വന്നിട്ടുണ്ട്, തടവറകൾ സ്വീകരിക്കേണ്ടി വന്നിട്ടുണ്ട്, ക്രൂരമായ പീഡനങ്ങൾ ഏറ്റുവാങ്ങേണ്ടി വന്നിട്ടുണ്ട്. അവരെല്ലാം കിനാവ് കണ്ട ലോകമെന്ന് പറയുന്നത് നിർഭയത്വമുള്ള ഒരു രാജ്യക്രമമാണ്, സാമൂഹ്യ ക്രമമാണ്, രാഷ്ട്രീയ ക്രമമാണ്. നമ്മൾ വിളിക്കുന്ന, നമ്മൾ പ്രവർത്തിക്കുന്ന, നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന ക്യാമ്പസുകളിൽ 2 ആളാണെങ്കിലും ശരി, 3 ആളാണെങ്കിലും ശരി, ശരിയായ അല്ലാഹുവിന്റെ ഖലീഫമാരായി നിർഭയത്വത്തോടുകൂടി നമ്മുടെ ക്യാമ്പസുകളിലും നമ്മുടെ ലോകത്തും ക്ഷേമമുള്ള, സുരക്ഷയുള്ള ഒരു ലോകത്തിന് വേണ്ടിയുള്ള പ്രയാണത്തിന് എൻ്റെ ഒരു മുദ്രാവാക്യം, എൻ്റെ ഒരു എഴുന്നേറ്റ് നിൽക്കാനുള്ള ആർജവം അത് ശക്തി പകരുമെങ്കിൽ അതിനാദ്യം തയ്യാറാകുന്ന നിശ്ചയദാർഢ്യം നിങ്ങൾക്ക് സമ്മാനിക്കുന്നത് ഇസ്ലാമിക പ്രസ്ഥാനങ്ങളാണ്. ഇസ്ലാമിക പ്രസ്ഥാനങ്ങളുടെ വഴികളും മാർഗങ്ങളുമാണ് നമുക്ക് ഇരുലോകത്തും ഏറ്റവും വെളിച്ചമുള്ള വഴി കാണിച്ചു തരുന്നത്. സ്കലിതങ്ങളും വീഴ്ചകളും ഉണ്ടാകാം മനുഷ്യർ കൊണ്ടു നടക്കുമ്പോൾ, പക്ഷേ ആ സ്കലിതങ്ങളും വീഴ്ചകളെയും നിങ്ങൾ മാറ്റി നിർത്തിയാൽ സുരക്ഷിതമായ വെളിച്ചമുള്ള ഒരു വഴി വളരെ ക്ലിയറായി, അസംശനുകളില്ലാതെ, അവ്യക്തതകളില്ലാതെ, ഊഹങ്ങളില്ലാതെ നിങ്ങൾക്ക് കാണിച്ചു തരുന്ന പണിയാണ്. അള്ളാഹുവിന്റെ പ്രതിനിധികളായി ഭൂമിയിൽ എഴുന്നേറ്റ് നിൽക്കാൻ നിങ്ങൾ സന്നദ്ധരായാൽ, നിങ്ങൾക്ക് അള്ളാഹുവിന്റെ പ്രതിനിധികളായി നിർഭയം എഴുന്നേറ്റ് നിൽക്കാനുള്ള പ്ലാറ്റ്ഫോമുകൾ നിങ്ങൾക്ക് സമ്മാനിച്ചതാണ് ഇസ്ലാമിക പ്രസ്ഥാനങ്ങൾ എന്ന് പറയുന്നത്. അതിന് നിങ്ങൾ ശരിയായ രീതിയിൽ ഏറ്റെടുക്കുകയും പ്രതിനിധീകരിക്കുകയും നിങ്ങളുടെ ക്യാമ്പസുകളിൽ അഭിമുഖീകരിക്കുന്ന വെല്ലുവിളികളെ നേരിടാനുള്ള ഒരു പരിചയമായി അതിനെ സ്വീകരിക്കുകയും ചെയ്യുക എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുകയാണ്. വാഖിറു ദഅ്വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇൻഷാ അല്ലാഹ് ചോദിക്കാനില്ലെന്ന് വിചാരിക്കുന്നു. ഇൻഷാ അല്ലാഹ് ക്യാമ്പസിൽ ആത്മാഭിമാനത്തോടുകൂടി ഉയർന്നു നിൽക്കുന്ന ഇസ്സത്തുള്ള അപ്ഹോൾഡ് ഈമാൻ, അപ്ലിഫ്റ്റ് ഇസ്സ എന്ന തലക്കെട്ട് ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ക്യാമ്പസിലെ ഇസ്ലാമിനെ പ്രതിനിധീകരിക്കാൻ നമുക്ക് ഓരോരുത്തർക്കും സാധിക്കണം എന്നാണ് അദ്ദേഹം പറഞ്ഞു വെച്ചത്. നമുക്ക് ഇത്ര നല്ല രീതിയിൽ ഈ സെഷൻ കൈകാര്യം ചെയ്തു തന്ന ഷിയാബ് പൂക്കോട്ട് സാഹിബിന് നന്ദി അർപ്പിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.